കേട്ടോ, നമ്മുടെ കേസ് എന്നൊരു വെരിക്കോസ് വെയിൻ ആണ്. അപ്പം വെരിക്കോസ് വെയിൻ ആകുമ്പോൾ അങ്ങനെ കേസ് നോക്കാം. ഒരു XYZ പേഷ്യന്റ് 35-year-old മെയിൽ ആണ്, ഷോപ്പ് കീപ്പർ ഫ്രം ഡൽഹി. അപ്പം നമുക്കൊരു വെരിക്കോസ് കേസ് കിട്ടുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അവരിൽ എന്താണ് അവരുടെ ഒക്കുപ്പേഷൻ ആണ്. നോർമലി വെരിക്കോസ് വെയിൻ കാണുന്ന ഏതൊക്കെ ഒക്കുപ്പേഷൻ ഉള്ളവരായിരിക്കും? സ്റ്റാൻഡിങ് ജോബ് ഉള്ള ആൾക്കാരിലാണ്. നോർമലി ടീച്ചേഴ്സ് പറയാം, നേഴ്സസ് പറയാം, ഡോക്ടേഴ്സ് പറയാം, മോസ്റ്റ്ലി സർജൻ ഫീൽഡിലുള്ള ആൾക്കാരിൽ വരാം, പിന്നെ ഷോപ്പ് കീപ്പേഴ്സ്, ടൈലേഴ്സ്, അങ്ങനെ നിന്ന് പണിയെടുക്കുന്ന ആൾക്കാരെല്ലാം കൂടുതൽ വരുന്നതാണ് വെരിക്കോസ് വെയിൻ. അപ്പോൾ ഇവരുടെ കേസിൽ ഒക്കുപ്പേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചീഫ് കംപ്ലൈന്റ് എന്തായിരുന്നു? ഇവരുടെ മൾട്ടിപ്പിൾ ഡൈലേറ്റഡ് വെയിൻസ് ഇൻ ദ ലെഫ്റ്റ് ലോവർ ലിംബ് ഫോർ 2 years, വിത്ത് പെയിൻ ഇൻ ദ ലെഫ്റ്റ് ആംഗിൾ സിൻസ് 1 year ആൻഡ് ആൻ അൾസർ അബൌവ് ദ ലെഫ്റ്റ് ആംഗിൾ ഫോർ 4 months. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന പേഷ്യന്റ് ഈ 3 കംപ്ലൈൻസ് ആണ് ഉണ്ടായിരുന്നത്. മനസ്സിലായോ? ഹി ഹാഡ് ഡൈലേറ്റഡ് വെയിൻസ് ഇൻ ദ ലെഫ്റ്റ് ലോവർ ലിംബ് ഫോർ 2 years, പെയിൻ ഇൻ ദ ലെഫ്റ്റ് ആംഗിൾ ഫോർ 1 year ആൻഡ് അൾസർ അബൌവ് ദ ലെഫ്റ്റ് ആംഗിൾ ഇൻ 4 months. മനസ്സിലായി? അപ്പൊ എല്ലാം ലെഫ്റ്റ് സൈഡിലെ ലെഗിനകത്തിന്റെ പത്തോളജി എല്ലാം ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ, ഇപ്പം ഡൈലേറ്റഡ് വെയിൻസും ലെഫ്റ്റ് ആംഗിളിൽ പെയിനും അൾസറും ഉണ്ട്, ഇങ്ങനെയുള്ള പേഷ്യൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതിയിരിക്കുന്നത്. ആദ്യം 2 years മുമ്പ് വെയിൻസ് വന്നു, പിന്നെ ഇത് വന്നു, പിന്നെ ഇത് വന്നു. ഓക്കെ, ഇനി ഹിസ്റ്ററി എന്തായിരിക്കും? പേഷ്യൻ്റ് ആയിട്ട് മൾട്ടിപ്പിൾ സ്മാൾ ഡൈലേറ്റഡ് വെയിൻസ് അലോങ് ഇന്റർ ആസ്പെക്ട് ഓഫ് ദ ലെഫ്റ്റ് ലെഗ് ഫോർ 2 years, വിച്ച് വാസ് ഇൻസിയർസ് ഇൻ ഓൺസെറ്റ്, ഗ്രാജുവലി പ്രോഗ്രസീവ് ഫ്രം ആംഗിൾ ടു ദ നീ. ഇപ്പം നീ വരെ ഉള്ളായിരുന്നു വെയിൻസ്. ദിസ് അഗ്രവേറ്റഡ് യൂസിങ് ഡ്യൂറിങ് പ്രൊലോങ്ഡ് സ്റ്റാൻഡിങ് ആൻഡ് റെഡ്യൂസസ് ഓൺ ലൈങ് ഡൗൺ. ഓക്കെ, ആൻഡ് ഹി ഓൾസോ ഹാഡ് പെയിൻ എന്നല്ലേ പറഞ്ഞു? പെയിൻ എപ്പോഴാ? ഡൾ ലേക്കിംഗ് പെയിൻ ആയിരുന്നു ലെഫ്റ്റ് ആംഗിൾ ഫോർ ലാസ്റ്റ് 1 year. പെയിൻ ഒക്കറിങ് ഡ്യൂറിങ് ഈവനിങ് ടൈം ആൻഡ് ഇറ്റ് വാസ് അഗ്രവേറ്റിംഗ് ഓൺ പ്രൊലോങ്ഡ് സ്റ്റാൻഡിങ് ആൻഡ് വാസ് റിലീവിംഗ് ഓൺ ലൈങ്, അസോസിയേറ്റഡ് വിത്ത് സ്വെല്ലിംഗ് ഇൻ ദ ലെഗ്, നോ ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് പെയിൻ, നൈറ്റ് ക്രാംസ്. ഇപ്പം നമ്മൾ പറഞ്ഞു പേഷ്യന്റ് 2 വർഷമായിട്ട് കാലിൽ വെയിൻസ് ഉണ്ട്, ലെഗിന് താഴെ. അത് പണിയെടുത്ത് കഴിയുമ്പോൾ ഈവനിങ് ആകുമ്പോൾ വെയിൻസ് വരും, കിടന്നു കഴിയുമ്പോൾ ഇത് താന്നു പോകും. അതേകൂട്ട് തന്നെ ഡൾ ലെക്കിംഗ് പെയിൻ ഉണ്ട്. ചില ആൾക്കാർ തന്നെ ബേസ്റ്റിംഗ് പെയിൻ എന്ന് പറയുന്നത്. ബേസ്റ്റിംഗ് പെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രോണിക് വെരിക്കോസ് വെയിൻ ഒക്കെ ആകുമ്പോഴത്തേക്ക് വെയിനെ ഒരുപാട് സ്ട്രെച്ച് ചെയ്യും. അപ്പോഴാണ് ബേസ്റ്റിംഗ് പെയിൻ എന്ന് പറയുന്നത്. നോർമലി വീനസ് ഹൈപ്പർ ടെൻഷൻ്റെ ഒക്കെ ഒരു ഫീച്ചറാണ്. സിവിയർ വീനസ് ഹൈപ്പർ ടെൻഷൻ വരുമ്പോൾ ബേസ്റ്റിംഗ് പെയിൻ. പക്ഷേ തുടക്കത്തിൽ അവർക്ക് ഡൾ ലെക്കിംഗ് പെയിൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അതെന്തുകൊണ്ടാണ്? ഗ്രാവിറ്റി കാരണം ബ്ലഡ് പൂൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ടിപ്പിക്കൽ പെയിൻ അവർക്ക് ഡൾ ലെക്കിംഗ് പെയിൻ ആണ്. POVD ഉള്ള പേഷ്യൻ നമ്മൾ ക്രാമ്പിംഗ് പെയിൻ എന്ന് പറയത്തില്ല, ഇന്റർമിറ്റന്റ് ക്ലോഡിക്കേഷൻ, അതല്ല ഇവിടെ പറയുന്നത്. ഇവർക്ക് ഡൾ ലെക്കിംഗ് പെയിൻ. പിന്നെ ഈവനിങ് ടൈമിലായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത്. പിന്നെ സ്റ്റാൻഡിങ്ങിൽ പെയിൻ ഉണ്ടാവും, സ്വെല്ലിംഗ് ഉണ്ടായിരിക്കും ലെഗിനകത്ത്. നോ ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് പെയിനും നൈറ്റ് ക്രാംസ്. ബ്രസ്റ്റ് പെയിനും നൈറ്റ് ക്രാംസ് ഒക്കെ എന്തിന്റെ ഫീച്ചേഴ്സ് ആണ്? അതെല്ലാം ക്രിട്ടിക്കൽ ലംബ് ഇസ്കീമിയുടെ ഫീച്ചേഴ്സ് ആണ്. അതെല്ലാം നമ്മൾ ഇവിടെ പറഞ്ഞില്ല. പെരിഫറൽ ഓക്ലൂസിവ് ആർട്ടറീസ് കൂടെ ഉണ്ടെന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ചോദിച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ തേർഡ് സിംറ്റം എന്താണ്? അൾസർ ആയിരുന്നു. ലെഫ്റ്റ് ലോവർ ലെഗിനകത്ത് ഇന്റർ ആസ്പെക്റ്റിൽ അൾസർ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നോൺ ഹീലിംഗ്, ഒക്കേഷണലി ബ്ലീഡിംഗ് ഉണ്ടെന്ന് പേഷ്യന്റ് പറഞ്ഞു. ഇറ്റ് വാസ് അണ്ടർഗോയിങ് ഡെയിലി ഡ്രസ്സിംഗ് അസോസിയേറ്റഡ് വിത്ത് ബ്ലാക്കിഷ് പിഗ്മെന്റേഷൻ ആൻഡ് ഇച്ചിങ് ഇൻ ദ ലെഫ്റ്റ് ആംഗിൾ. അപ്പോൾ ലെഫ്റ്റ് കാലിനകത്ത് ഒരു അൾസറും ഉണ്ടായിരുന്നു. അൾസറെ കൊണ്ട് നമ്മൾ വൂണ്ടെന്നും പറയണ്ട. പേഷ്യന്റ് പറഞ്ഞ് നമുക്ക് അൾസർ നിങ്ങൾ എഴുതാൻ പറ്റണം, നമുക്ക് മനസ്സിലായല്ലോ വൂണ്ടാണെന്നുള്ളത്. വൂണ്ടെന്ന് വേണമെങ്കിൽ ചില സാറന്മാർ ചിലപ്പോൾ അൾസർ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കും, വൂണ്ടെന്ന് വേണേൽ പറയാം. നിങ്ങൾ അൾസർ എന്ന് എഴുതിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി നെഗറ്റീവ് ഹിസ്റ്ററി ആയിട്ട് ഇമ്പോർട്ടൻ്റ് എന്താ? അപ്പോൾ പോസിറ്റീവ് ഹിസ്റ്ററി എന്തൊക്കെയാണ്? പേഷ്യന്റ് ഹാഡ് ഡൈലേറ്റഡ് വെയിൻസ്, പേഷ്യന്റ് ഹാഡ് പിഗ്മെന്റേഷൻ ആൻഡ് പെയിൻ, ആൻഡ് പേഷ്യന്റ് ഹാഡ് an അൾസർ. അപ്പോൾ നമ്മൾ റൂൾ ഔട്ട് ചെയ്യുന്നത് എന്തായിരിക്കും? പേഷ്യന്റ് അബ്ഡമിനൽ സിംറ്റംസ് ഒന്നുമില്ല. അബ്ഡമിൻ അതൊരു സ്വെല്ലിംഗ്. ഫീമെയിൽസ് ഒക്കെ ചിലപ്പോൾ ഒവേറിയൻ മൽനൻസിയോ അല്ലെങ്കിൽ പ്രഗ്നൻസിയോ ഉണ്ടെങ്കിൽ ദാറ്റ് കൻ കംപ്രസ് ദ എന്ത് വിനക്കേവ. അതുകൊണ്ട് നമുക്ക് വെരിക്കോസിറ്റീസ് വരാം. ബൈലാറ്റർ വെരിക്കോസ് വെയിനെ കൊണ്ട് നമ്മൾ അബ്ഡമിൻ എന്തായാലും ചോദിക്കണം. പക്ഷേ എല്ലാ കേസിലും നമ്മൾ അബ്ഡമിൻ ചോദിക്കണം. ഇപ്പോൾ സ്വെല്ലിംഗ് ഇൻ അബ്ഡമിൻ അല്ല, കോൺസ്റ്റിപ്പേഷൻ ഇല്ല. കാരണം സപ്പോസ് എന്താ ഈ കാർസിനോമ ഓഫ് കോളനും റെക്ടോ ഒക്കെ വരുമ്പോഴത്തേക്ക് ദാറ്റ് ക്യാൻ ഓൾസോ കംപ്രസ് ദ വെയിൻസ്. അതുകൊണ്ട് നമുക്ക് പറയാം കോൺസ്റ്റിപ്പേഷൻ ഈസ് ഓൾസോ എ റിസ്ക് ഫോർ വെരിക്കോസ് വെയിൻസ്. പിന്നെ മെയിൽസിൽ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് വരുന്നത് ട്രോമ ഹിസ്റ്ററി ആയിരിക്കും. ട്രോമ, ഇമ്മൊബിലൈസേഷൻ, പ്രീവിയസ് സർജറീസ്, ഇൻസെറ്റ് ബൈറ്റ്സ്, ഇതൊക്കെ കാരണം വെരിക്കോസിറ്റീസ് വരാം. ഓക്കെ, ഈ ട്രോമ പ്രൊലോങ്ഡ് ഇമ്മൊബിലൈസേഷൻ കാരണം DVT വരാം. അതിന് സെക്കൻഡറി ആയിട്ട് വെരിക്കോസിറ്റീസ് വരാം. ഇനി ഇന്റർമീഡിയറ്റ് ക്ലോഡിക്കേഷൻ റെസ്പെയിൻ എന്തിനു ചോദിക്കണം? നമ്മൾ ചോദിക്കുന്നത് പറഞ്ഞാൽ പേഷ്യന്റിന് എന്തുണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസസ് കൂടെ ഉണ്ടോന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്റർമീഡിയറ്റ് ക്ലോഡിക്കേഷൻ ചോദിക്കുന്നത്. ജെനിറ്റൽ സ്വെല്ലിംഗ് എപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്? എങ്കിൽ ഹെർണിയ വല്ല ഉണ്ടോന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി. അത് മാത്രമല്ല പേഷ്യന്റ് ക്യാൻ ഓൾസോ ഹാവ് എന്താ വെരിക്കോസ് വെയിൻ്റെ കൂടി ഇങ്ങനെ സഫീന വേരിക്സ് വരാം. അതും ഡൈലേറ്റഡ് എന്താണ് സഫീന ഫെമറൽ ജംഗ്ഷൻ ആണ്. അപ്പോൾ അത് വരാം. സഫീന വേരിയസ് ഉള്ള സംഭവം വരാം. വെരിക്കോസിൽ വരാം. അതൊക്കെ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ജെനിറ്റൽ സ്വെല്ലിംഗ് ചോദിക്കണം. ലെഗ് സ്വെല്ലിംഗ് വല്ല ഉണ്ടെന്ന് റൂൾ ഔട്ട് ചെയ്യണം. ഓക്കെ, വലിയ കാലിൽ ഇപ്പോൾ DVT ഒക്കെ ഉണ്ടെങ്കിൽ ലാർജ് ലെഗ് എഡിമയൊക്കെ വരാം. പിന്നെ ബ്രെത്ത്ലെസ്നെസ്സോ ചെസ്റ്റ് പെയിൻ ഉണ്ടെന്ന് റൂൾ ഔട്ട് ചെയ്യണം. ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മൾ നെഗറ്റീവ് ഹിസ്റ്ററിയിൽ ചോദിക്കേണ്ടത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുന്നത് ഞാൻ നോട്ട് ചെയ്തിട്ട്. സിമ്പിൾ കേസാണ്, ഷോർട്ട് കേസാണ് നോർമലി വെക്കാറ്. ഇപ്പോൾ നോ ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് മെലിറ്റസ് ഹൈപ്പർടെൻഷൻ, ഒരു കോമോഡിറ്റി ഇല്ല, വേറെ ഓപ്പറേഷൻ ഇന്റർവെൻഷൻ ഒന്നും റൂൾ ഔട്ട് ചെയ്യണം. പേഴ്സണൽ ഹിസ്റ്ററി നമുക്ക് മിക്സ്ഡ് ആയിട്ടൊരു ചോദ്യം ഉണ്ടോ പറഞ്ഞ പേഷ്യന്. പിന്നെ അപ്പറ്റൈറ്റ്, സ്ലീപ്പ്, അഡിക്ഷൻസ് ഒന്നുമില്ല, സ്മോക്കിംഗ്, ആൽക്കോൾ കൊണ്ട് എഴുതണം, ഇല്ലെങ്കിൽ എഴുതണ്ട.
ഫാമിലി ഹിസ്റ്ററി ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലിയിൽ പേരൻസിനോ ആർക്കെങ്കിലും ഉണ്ടായിരുന്നു ചോദിക്കണം വെരിക്കോസ് വെയിൻ, ബിക്കോസ് വെരിക്കോസ് വെയിൻ റൺസ് ഇൻ ഫാമിലീസ്. സമ്മറി എന്ന 35-year-old ഷോപ്പ് ആണ്. പ്രസന്റ് കംപ്ലൈൻസ് മൾട്ടിപ്പിൾ ഡൈലേറ്റഡ് വെയിൻസ് ഓൺ മീഡിയൽ സൈഡ് ഓഫ് ലെഫ്റ്റ് ലോവർ ലിംബ്, ഇൻസിയേറ്റസ് ഇൻ ഓൺസെറ്റ്, ഗ്രാജുവലി പ്രോഗ്രസീവ് ടുവേർഡ്സ് the leg and used to increase in standing and relieved on lying, associated with dull aching pain for 1 year and 4 months history of an ulcer. No history of suggestive deep vein thrombosis. Okay, ഇതാണ് നമ്മുടെ സമ്മറി. എന്തെങ്കിലും ഉണ്ട് ചാറ്റിൽ ഇടല്ലേ, എന്നോട് അൺമ്യൂട്ട് ചെയ്ത് പറയണേ, കാണാൻ പറ്റത്തില്ല. ഓക്കെ, പ്രൊവിഷണൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൺ ദ ബേസിസ് ഓഫ് ഹിസ്റ്ററി ഒരു പ്രൈമറി വെരിക്കോസ് വെയിൻ എന്ന് പറയാം. ബിക്കോസ് വേറെ സെക്കൻഡറി കോസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്രൈമറി വെരിക്കോസ് വെയിൻ എന്ന് പറയാം, ഓഫ് ദ ലോവർ ലിംബ് വിത്ത് വീനസ് അൾസർ. ഇതാണ് നമ്മുടെ പ്രൊവിഷണൽ ഹിസ്റ്ററി. ഓക്കെ, ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ എന്താ? ഒരു കൺസെന്റ് നമ്മൾ എടുത്തു, പേഷ്യന്റ് എക്സാമിന് വെൽഡ് റൂം, ഹൈറ്റ്, വെയിറ്റ്, BMI ഒക്കെ എഴുതി. കർണോസ്കി പെർഫോമൻസ് സ്റ്റാറ്റസ് 90 എന്ന് വെച്ചാൽ ഹിയർ മൈൽഡ് സിംപ്റ്റംസ് വാസ് ഡൂയിങ് ഹിസ് നോർമൽ റൂട്ടീൻ ആക്ടിവിറ്റീസ്. പൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വാസ്കുലർ ഡിസീസിലും പൾസിനകത്ത് എല്ലാം എഴുതണം. ബാക്കിയുള്ളതിൽ നമുക്ക് ഇത്രയും വെസൽ റേഡിയൽ ഫെമിഡിൽ അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ബട്ട് ഈ കേസിൽ നമുക്ക് റേഡിയോ ഫെമിഡിലേക്ക് എഴുതണം. കാരണം അസോസിയേറ്റഡ് ആർട്ടീരിയൽ ഡിസീസും ഉണ്ടായിരിക്കും, അതുകൊണ്ട് റൂൾ ഔട്ട് ചെയ്യണം. BP എഴുതണം, റെസ്പിറേറ്ററി റേറ്റ്, ടെമ്പറേച്ചർ അതെല്ലാം എഴുതണം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ പേഷ്യന്റ്. അദ്ദേഹത്തിന്റെ കാല് കണ്ടോ? യു ക്യാൻ സി. ഇപ്പൊ നമ്മൾ ഗ്രോസറി ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ 2 കാലം കൊണ്ട് നോക്കുമ്പോഴത്തേക്ക് വി ക്യാൻ സി ദ ലെഫ്റ്റ് ലെഗ് ഹീസ് ഹാവിംഗ് പിഗ്മെന്റേഷൻ ഇൻ ദ ലോവർ ഹാഫ് നിയർ ദ ഗേറ്റർ. അതാണ് ഗേറ്റർ ഏരിയ. ലോവർ 1/3 ഇസ് ഗേറ്റർ ഏരിയ അല്ലേ? അപ്പൊ ഗേറ്റർ ഏരിയയിൽ പിഗ്മെന്റേഷൻ ഉണ്ടെന്ന് എഴുതണം. ദർ ഈസ് ക്രസ്റ്റിംഗ് ദർ. പിന്നെന്ത് എഴുതണം? ഇവിടെ കുറച്ച് വെരിക്കോസിറ്റീസ് ഒക്കെ ഈ ഒരു മീഡിയൽ ആസ്പെക്റ്റിൽ ഉണ്ട്, ഞാൻ വേറെ ഫോട്ടോയിൽ കാണിക്കും. എന്നിട്ട് ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ പറയണം ദർ ഈസ് ഓൾസോ ലോസ് ഓഫ് ഹെയർ ഇൻ ദ സറൗണ്ടിങ് ഇൻ ദ ലോവർ പാർട്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ അൾസർ ഡിസ്ക്രൈബ് ചെയ്യണം. എ സ്മാൾ 3x3 centimeter circular ulcer is seen in the lower part in the medial aspect of the left leg, almost 4-5 centimeter from the medial malleolus അല്ലേ, വിത്ത് റെഗുലർ മാർജിൻസ്. റെഗുലർ ആണല്ലോ മാർജിൻസ്. പിന്നെ മാർജിൻ പറഞ്ഞു, ഷേപ്പ് പറഞ്ഞു, സൈറ്റ് പറഞ്ഞു. പിന്നെ then you can say the floor is having reddish pale and reddish granulation tissue ഉണ്ടെന്ന് പറയാം. The surrounding skin showing hyperpigmentation, hyperemia and blackish deposition. ഓക്കെ, പിഗ്മെന്റേഷൻ 3 സാധനങ്ങളുണ്ട്. ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ട്, പിന്നെ ഒരു ഹൈപ്പറീമിയ ഉണ്ട് ചുറ്റും, പിന്നെ 2 ബ്രാക്കിഷ് ക്രസ്റ്റുകളുണ്ട്. ഓക്കെ, വിത്ത് ഡൈലേറ്റഡ് വെയിൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടിപ്പിക്കൽ ഇൻസ്പെക്ടറി ഫൈൻഡിങ്. ഇങ്ങനെ നമ്മൾ എപ്പോഴും ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. അൾസർ എപ്പോഴും ലാസ്റ്റിൽ ഡിസ്ക്രൈബ് ചെയ്യണം. ആദ്യമേ അൾസർ പറഞ്ഞാൽ നമുക്ക് പിന്നെ പറയാൻ വാക്കുകൾ കാണത്തില്ല. വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു വരണം. അപ്പോൾ നമ്മൾ 2 ലെഗ് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ പറ്റും? ഇവിടെ 2 ലെഗ് നോക്കുമ്പോഴത്തേക്ക് റൈറ്റ് ലെഗ് ഈസ് അപ്പാരന്റ്ലി നോർമൽ വിത്ത് മൈൽഡ് വെരിക്കോസിറ്റീസ്. റൈറ്റ് ലെഗിൽ ചെറിയ വെരിക്കോസിറ്റീസ് ഉണ്ട്, മീഡിയൽ ആസ്പെക്റ്റിലുണ്ട്, വേറെ ഒന്നുമില്ല. പക്ഷേ ലെഫ്റ്റ് ലെഗ് നോക്കുമ്പോഴത്തേക്ക് യു ക്യാൻ സി പിഗ്മെന്റേഷൻ ഇൻ ദ ലോവർ 1/3 ഓഫ് ദി ലെഗ് ആൻഡ് ഓൾസോ അൻ അൾസർ. അതാ പറയേണ്ടത്. എന്നിട്ട് ബട്ട് ദേർ എന്താണ് പിന്നെ ഒന്ന് പറയണം, ആൻഡ് ദ ഫീറ്റ് ദ ഡോർസം ഓഫ് ദ ഫുട്ട് ഈസ് പെയർഡ്. അതുകൂടെ നമ്മൾ പറയണം. കാരണം അവിടെ ഗേറ്റർ ഏരിയയിലാണ് വന്നേക്കുന്നത്, ബാക്കി ഡോർസത്തിലോട്ടില്ല. അപ്പോൾ ഗാംഗ്രീൻ പോലൊന്നും ആയിട്ടില്ല. അപ്പോൾ വാസ്കുലർ ഡിസീസ് നമുക്ക് ഇല്ലെന്ന് റൂൾ ഔട്ട് ചെയ്യാം. ആർട്ടീരിയൽ ഡിസീസ് എല്ലാം നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. കാരണം ഗാംഗ്രീൻ ഒന്നുമില്ല, ഡിസ്റ്റൽ 4 ഫുട്ടിലൊന്നും ഇല്ല. ആ ഗേറ്റർ ഏരിയയിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. ഓക്കെ, ഇപ്പം നമ്മൾ ജസ്റ്റ് 1-2 വീഡിയോസ് നോക്കാം. കാല ഇവിടെ കണ്ടോ? ഇതൊക്കെ വെയിൽസ് ആണ്, വെയിൽസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് ഇൻസ്പെക്ടറിലേക്ക് എത്തും. നമ്മൾ അൾസരം കണ്ടു. ഓക്കെ, ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഡൈലേറ്റഡ് വെയിൻസ് ഇൻ ദ ലെഫ്റ്റ് ലോവർ ലിംബ് ഓൺ ദ മീഡിയൽ ആസ്പെക്ട് ഓഫ് ലെഗ് എക്സ്റ്റെൻഡിങ് ടുവേർഡ്സ് ദ മീഡിയൽ ആസ്പെക്ട് ഓഫ് ലെഫ്റ്റ് തൈ along the course of great saphenous vein. Multiple dilated veins over the anterolateral aspect of left leg ഉണ്ട് ഇവിടെ. On elevation of the limb, dilated veins collapses. Skinninal there is pigmentation of left leg gaiter area with ulcers 3 centimeter ulcer, round shape അല്ലേ, red granulation at the base with surrounding hyperpigmentation, no scar, loss of hair or brittleness of hair. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇവിടെ. Palpate team and the inspectory findings are confirmed. Multiple dilated tortuous veins were palpable. Ulcer of size 3x3 centimeter in the left leg, middle lower aspect with round shape, regular border, sloping edges. Very important as well. Healthy granulation in the floor, base and bleeds on touching. അപ്പോൾ ഇന്നത് വീനസ് അൾസർ എന്ന് പറയാനുള്ള ഏറ്റവും വലിയ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സൈറ്റ്. ഇറ്റ് ഈസ് അറ്റ് ഏത് ഗേറ്റേഴ്സ് ഏരിയ ആണ്. ഗേറ്റർ ഏരിയ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ വെരിക്കോസ് വെയിൻ്റെ ഏരിയ അല്ല. അപ്പോൾ ഗേറ്റർ ഏരിയയിൽ അൾസർ ഉണ്ട്. സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അൾസറിന്റെ എഡ്ജസ് ഉണ്ട്. ഇറ്റ് സ്ലോപ്പിംഗ് എഡ്ജസ്. അൾസർ എന്ന് നമ്മൾ പറയില്ലേ, കിണർ എടുക്കുകയാണെങ്കിൽ കിണറിന്റെ തൊടിയാണ് അതിന്റെ എഡ്ജ്. ഇപ്പൊ ഇറ്റ് സ്ലോപ്പിംഗ് എഡ്ജസ് ആണ്. തേർഡ് എന്ന് പറഞ്ഞാൽ ഗ്രാനുലേഷൻ ഇസ് ഓൾവേസ് ഹെൽത്തി ഓർ റെഡിഷ് ഗ്രാനുലേഷൻ ആയിരിക്കും. ബ്ലഡിന്റെ എഡ്ജസ് എപ്പോഴും ആണ്, അല്ലെങ്കിൽ ഹെൽത്തി ഗ്രാനുലേഷൻ ടിഷ്യൂ ആണ്. പിന്നെ ബേസ് തൊടുമ്പോൾ എപ്പോഴും ബ്ലീഡ് ചെയ്യും.
ചെറുതായിട്ട്. അപ്പോൾ വീനസ് അൾസറിന്റെ ഫീച്ചേഴ്സ് ആണ് ചെറുതായിട്ട് ബ്ലീഡ് ചെയ്യാൻ പറ്റും, കാരണം ബ്ലീഡ് പിഗ്മെന്റ്സ് കാണും. ബട്ട് നോർമലി അൾസർ ദാറ്റ് ബ്ലീഡ്സ് ഓൺ ടച്ച്, നോർമലി മലിനൻ അൾസേഴ്സ് നമ്മൾ പറയുന്നത്, വീനസ് അൾസേഴ്സ് ക്യാൻ ബ്ലീഡ്. ഇനി സറൗണ്ടിങ് ലെഗ് ഹൈപ്പർ പിഗ്മെന്റേഷൻ. അപ്പോൾ ഈ ഒരു 3-4 പോയിന്റ് നമുക്ക് പറയാം, ഇറ്റ് ഈസ് എന്താണ് വീനസ് അൾസർ. ഇനി അടുത്ത ഫീച്ചർ എന്താ, പെരിഫറൽ പൾസസ് നോക്കണം. എല്ലാ പൾസസും പാൽപ്പബിൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ വി റൂൾഡ് ഔട്ട് ഇനി ആർട്ടീരിയൽ ഡിസീസ്. ഓക്കെ. ഇനി ക്ലിനിക്കൽ ടെസ്റ്റ് നമ്മൾ എന്തൊക്കെ ചെയ്യും? ടെൻഡൽ നമ്പർ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് 1 ടെസ്റ്റ് 2 നമ്മൾ ചെയ്തു. ടെസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഫോർ സഫീന ഫെമറൽ ജംഗ്ഷൻ ഇൻകംപീറ്റൻസ്. അത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് ടെൻഡൽ നമ്പർ ടെസ്റ്റ് 1. ഓക്കെ. അതിൽ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ എന്താ, പേഷ്യന്റിന് സഫീന ഫെമറൽ ജംഗ്ഷനിൽ തൈ വെക്കും. ദാറ്റ് ഇസ് 4 സെന്റിമീറ്റർ ആൻഡ്രോ ഇൻഫീരിയർ പിബിഡ് ട്യൂബർക്കിൾ ആണല്ലോ സഫീന ഫെമറൽ ജംഗ്ഷൻ. നമ്മൾ തമ്പ് കൊണ്ട് ഡോക്ടർ കൂടി ചെയ്യും. എന്നിട്ട് ഫസ്റ്റ് പേഷ്യന്റിനെ കിടക്കാൻ പറഞ്ഞിട്ട് കാല് പൊക്കണം. കാല് പൊക്കുമ്പോഴത്തേക്ക് എല്ലാ ബ്ലഡ് സൂപ്പർഫിഷ്യൽ വെയിനും ഡിസപ്പിയർ ആവും, ഡീപ്പയിലോട്ട് പോകും. എന്നിട്ട് നമ്മൾ അവിടെ തമ്പ് വെച്ച് ഒക്ലൂഡ് ചെയ്തിട്ട് പേഷ്യന്റ് എണീപ്പിച്ച് നിർത്തണം. അപ്പോൾ എണീപ്പിച്ച് നിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് കൈ ഇങ്ങ് വിടണം. അപ്പോഴത്തേക്ക് എന്തോ പറ്റും, അപ്പം സൂപ്പർഫിഷ്യൽ സഫീനസ് ഫെമറൽ ജംഗ്ഷൻ എന്തോ കമ്പീറ്റന്റ് അല്ലെങ്കിൽ അവിടുന്ന് റിഫ്ലക്സ് ഉണ്ടായി പെട്ടെന്ന് കാലിൽ നിന്ന് എബൌട്ട് ഡൗൺവേർഡ് വെയിൻ ഫില്ലാവും. അതാണ് ടെലൽമഗ് ടെസ്റ്റ് 1. പക്ഷേ ഈ പേഷ്യന്റ് അങ്ങനെ ചിലപ്പോൾ അങ്ങനെ നടന്നില്ല. അതിനർത്ഥം എന്താ, സഫീന ഫെമറൽ ജംഗ്ഷൻ ഈ പേഷ്യന്റിൻ്റെ കോമ്പിറ്റന്റ് ആണ്, അവിടെ വാലിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ അത് കംപ്രസ് ആയിട്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു ടോർണിക്കറ്റ് കെട്ടി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അടിയിൽ നിന്ന് മുകളിലോട്ട് വെയിൻ ഫില്ലപ്പ് ആവാൻ തുടങ്ങി. അതിനകത്ത് എന്താ, പേഷ്യന്റ് പെർഫറേറ്റർ ഇൻകംബിനൻസ് ഉള്ളതാണ് അവിടുത്തെ കൺസെപ്റ്റ്. അപ്പോൾ അത് നമ്മൾ ടെസ്റ്റ് 2 പോസിറ്റീവ് ആണെന്ന് പറയും. അപ്പോൾ ടെസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ എസെപ്റ്റി ഇൻകംബിനൻസ് ആണ്. ടെസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ ഇതാണ് പെർഫറേറ്ററിന്. അപ്പോൾ പെർഫറേറ്റർ ഇൻകംബിനൻസ് പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. പിന്നെ മൾട്ടിപ്പിൾ ടോണിക്കറ്റ് ടെസ്റ്റ് നമുക്ക് തിയറിയിൽ നമ്മൾ യഥാർത്ഥം ചെയ്ത് നോക്കാറില്ല, കാരണം ഏത് ലെവലിലാണ് പെർഫറേഷൻ്റെ ഇൻകംബിനൻസ് അറിയുന്നത് നമുക്ക് ടോർണിക്കറ്റ് കെട്ടാം. നമുക്ക് ഓരോ പെർഫറേറ്റർ ഇപ്പം മിഡ്തയിൽ ഒരു ടോർണിക്ക് കെട്ടി കഴിയുമ്പോഴത്തേക്ക് ടോർണിക്കയ്ക്ക് മുകളിലാണോ ബ്ലഡ് നിറയുന്നത് താഴെയാണോ നോക്കണം. മനസ്സിലായോ? ഇപ്പം മുകളിലാണ് നിറയുന്നതെങ്കിൽ അടുത്തത് അതിൻ്റെ മുകളിലുള്ള വെയിൻ ഇൻകംബിറ്റന്റ് ആയിരിക്കും, താഴെയാണെങ്കിൽ അതിന് താഴെയുള്ള വെയിൻ ഇൻകംബിറ്റന്റ്. അത് നമ്മളിപ്പോൾ ചെയ്യാറില്ല, കംപ്രസർ വേണ്ട. ഫിഗാൻ ടെസ്റ്റ് നമ്മൾ ചെയ്തില്ല, ഷോർട്സ് ടെസ്റ്റ് ചെയ്തില്ല. അതെല്ലാം ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ്. മോറിസീസ് കഫ് ഇമ്പൾസ് ടെസ്റ്റ് നോക്കുമ്പോൾ ഒരു ചുമയ്ക്കാൻ പറയും, അവിടെ സഫീന ഫെബുലസിൽ കൈ വെച്ചിട്ടുണ്ട്. ചുമയ്ക്കുമ്പോൾ കഫ് ഇമ്പൾസ് കിട്ടുന്നുണ്ടെങ്കിൽ അടുത്ത് എന്താ, എസെപ്റ്റി ഇൻകംബിറ്റന്റ് ആണ്. അത് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ടെൻഡൽ നമ്പർ ടെസ്റ്റും മോറിസ് ടെസ്റ്റും ചെയ്യാം. മോഡിഫൈഡ് ബെർത്തി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ DVT റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളാണെങ്കിൽ ഇതേപോലത്തെ ഒരു സഫീന ഫെബുലസിൽ ഒരു ടോണിക്ക് കെട്ടിട്ട് പേഷ്യന്റ് നടക്കാൻ പറയും. അപ്പോഴത്തേക്ക് DVT ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ബ്ലഡ് ഒന്നും ഡീപ് വെയിൻ വഴി പോകത്തില്ല. അപ്പോൾ സൂപ്പർഫിഷ്യൽ വെയിനിനകത്ത് വെരിക്കോസിറ്റീസ് വരാൻ തുടങ്ങും. മനസ്സിലായോ? അതാണ് മോഡിഫൈഡ് ബെർത്തി. അപ്പം അത് DVT ഉണ്ടെങ്കിലേ വരും. പക്ഷേ ഈ പേഷ്യന്റിന് വെരിക്കോസിറ്റീസ് ഒക്കെ നടന്നു കഴിയുമ്പോൾ ഷ്രിങ്ക് ആയി, കാരണം അവർക്ക് DVT ഒന്നുമില്ല. അപ്പോൾ ഉള്ള സാധനങ്ങൾ ഡീപ് വെയിനിൽ കൂടെ കയറി പോകും. അതാണ് മോഡിഫൈഡ് ബെർത്തീസ് ടെസ്റ്റ്. ഇനി നമുക്ക് ടെൻഡൽ നമ്പർ ടെസ്റ്റ് 1 നമ്മൾ ക്ലിനിക്കലി നമ്മൾ എങ്ങനെയാണ് 1 ചെയ്യുന്നത്. 1 ഭയങ്കര എളുപ്പമാണ്. നമ്മൾ അവിടെ കംപ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ പേഷ്യന്റിനെ എണീപ്പിച്ചിട്ട് കംപ്രഷനെ വിട്ടാൽ മാത്രം മതി. അപ്പം ഈ ഒരു ടെസ്റ്റ് നോക്കി, ഞാൻ കംപ്രഷനിലൂടെ ടോർണിക്ക് കെട്ടി കുറച്ചും കൂടി എളുപ്പമാകാൻ വേണ്ടി. ഓക്കെ. പേഷ്യന്റ് എണീറ്റ് വെച്ചു. അപ്പോൾ ഞാൻ ടോർണിക്ക് അവിടെ വെച്ചു. എന്നിട്ട് അവിടെ തമ്പ് കൈവച്ച് തമ്പ് കൊണ്ട് ഡീപ്പ് ഒബ്സോർവ് ചെയ്യുന്ന ഇക്വലന്റ് ആണ് വെച്ചു. അപ്പം ഞാനിങ്ങനെ നോക്കി, അപ്പോൾ വെരിക്കോസിറ്റീസ് ഒന്നും അങ്ങനെ ഫില്ലപ്പ് ആവുന്നില്ല. അതിനർത്ഥം എന്താ, ഇപ്പൊ ഒന്നും ഫില്ലപ്പ് ആവുന്നില്ല, കാരണം ഞങ്ങൾ ടോണിക്ക് കെട്ടി വെച്ചേക്കുവാണ്. മനസ്സിലായി? ഇപ്പം ഇനി കുറച്ച് ഞാൻ ഇങ്ങനെ കുറെ വെയിറ്റ് ചെയ്ത് നോക്കി. അതിൽ ഞാനത് ഊരി കഴിയുമ്പോഴത്തേക്ക് വെരിക്കോസിറ്റി ഫില്ലപ്പ് ആവുകയാണെങ്കിൽ അതിനകത്ത് എന്താ, അവിടെ സഫീന സംബന്ധിച്ച് പക്ഷേ ഇവിടെ ഞാൻ ഒരിക്കലും സംഭവിച്ചില്ല. ഞാൻ കെട്ടി തന്നെ കുറച്ച് നേരം വെച്ചിരുന്നു. ഓക്കെ. അപ്പൊ കെട്ടി കുറച്ച് നേരം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറ്റും, അവിടെ പതുക്കെ അടിയിൽ വെയിൻസ് ഫില്ലപ്പ് ആവാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മുന്നിൽ പെർഫറേറ്റർ ചെയ്യുന്നുണ്ട്. ഞാൻ തലമുറ ടെസ്റ്റ് 1 ചെയ്തു. ഞാൻ ഒരു നോക്കിയപ്പോൾ ഇവിടെ നിന്ന് വെയിൻസ് ഫില്ലപ്പ് ആവുന്നില്ല. അപ്പൊ ഇയാൾ തലമുറ ടെസ്റ്റ് മാത്രം അതിനകത്ത് ഒക്ലൂഷൻ ഒരു പറഞ്ഞപ്പോൾ അവിടെ നിന്ന് വെയിൻസ് ഫില്ലപ്പ് ആവുന്നില്ല. അതിനകത്ത് എന്താ, പേഷ്യന്റിന് സഫീന ഫെർമെൻസില്ല. കുറെ നേരം അവിടെ കെട്ടി വെച്ചപ്പോൾ എനിക്ക് വെയിൻസ് ഫില്ലപ്പ് ആയപ്പോൾ എനിക്ക് പെർഫറേറ്റർ. അപ്പൊ ടെസ്റ്റ് 2 പോസിറ്റീവ് ആയിരുന്നു, 1 നെഗറ്റീവ്. ഇതാണ് ടെസ്റ്റ് 1. ടെസ്റ്റ് 2 നമ്മൾ കണ്ടല്ലോ, ഇതാണ് ടെസ്റ്റ് 2. പക്ഷേ നമ്മൾ പെട്ടെന്ന് തന്നെ വെച്ചേക്ക് കുറച്ച് നേരം പതുക്കെ ഇങ്ങനെ നോക്കും. പേഷ്യന്റ് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ വെരിക്കോസിറ്റി ചെയ്യുന്നത് ഫില്ലപ്പ് ആയി വരുന്നത്. നമ്മളിവിടെ നീളമാണ് കേട്ടോ, ഇവിടൊക്കെ നീളമാണ്, ഇവിടെ നീളമാണ്. ഇതെല്ലാം താഴേന്ന് ഫില്ലപ്പായി വരുന്നത്. അത് ഇങ്ങനെ ഉണ്ടോ, ഇതെല്ലാം പെർഫറേറ്റർ ഇൻകംപ്ലീറ്റൻസ് ഉള്ളതുകൊണ്ട് ഫില്ലപ്പ് ആവുന്നതാണ്. ഇപ്പൊ മുകളിൽ ടോണിക്ക് ഇപ്പോഴും വെച്ചേക്കുവാണ്. അതുകൊണ്ട് നമുക്ക് പറയാം സൂപ്പർവിഷൻ വാല് അടച്ചു വെച്ചിട്ട് വെരിക്കോസിറ്റി പെർഫറേറ്റർ ഇൻകംപ്ലീറ്റ്. അതാണ് ടെൻഡൽ നമ്പർ ടെസ്റ്റ് 2. അപ്പോൾ ഈ പേഷ്യന്റ് ടെൻഡൽ നമ്പർ ടെസ്റ്റ് 2 പോസിറ്റീവ് ആയിരുന്നു, 1 നെഗറ്റീവ് ആയിരുന്നു. മനസ്സിലായി? ഇത്രയേ ഉള്ളൂ. ബാക്കി സിസ്റ്റംസ് എല്ലാം നോർമലാണ്. അബ്ഡമൻ നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 35-year-old മെയിൽ ഷോപ്പ് കീപ്പർ ആണ്. ലെഫ്റ്റ് ലോറും സെല്ലിംഗ് ആയിട്ട് വന്നു. വെരിക്കോസിറ്റീസ് ഉണ്ട്, അൾസർ ഉണ്ട്.
എക്സാമിൻ ചെയ്തപ്പോൾ there is an ulcer of 3/3 centimeter of the left leg greater area of the surrounding hyperpigmentation signs and featuring perforated ligaments varicosities of the left lower limb. അപ്പം നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തു. ഡയഗ്നോസിസ് എന്താണ്? വെരിക്കോസ് വെയിൻ ഓഫ് ലെഫ്റ്റ് ലോവർ ലിംബ് വിത്ത് പ്രൈമറി എറ്റിയോളജി ഇൻവോൾവിംഗ് ഗ്രേറ്റ് സഫിനസ് വെയിൻ വിത്ത് പെർഫറേറ്റഡ് ഇൻകംബിറ്റൻസ് വിത്ത് വീനസ് അൾസർ. അപ്പോൾ ആക്റ്റീവ് അൾസർ സിയാപ്പ് അനുസരിച്ച് C6 എന്ന് പറയുന്നത് ആക്റ്റീവ് അൾസർ ഓഫ് C6, പ്രൈമറി എറ്റിയോളജി ആണ് EP, അനാറ്റമിക്കലി പെർഫറേറ്റഡ് ഇൻകംബിറ്റൻസ് AP ആൻഡ് റിഫ്ലെക്സ് ഉള്ളതുകൊണ്ട് PR. മനസ്സിലായി? ഇങ്ങനെയായിരുന്നു. ഇതാണ് നമ്മുടെ കേസ്. അപ്പം നമ്മൾ ഈ കേസ് എങ്ങനെ അപ്രോച്ച് ചെയ്യും? 35 ഷോപ്പ് കീപ്പർ അല്ലേ, ആക്റ്റീവ് ഗേറ്റർ ഏരിയയിലുള്ള അൾസർ ഉണ്ടല്ലോ, നമ്മൾ ഹിസ്റ്ററി ആയിട്ട് നോക്കിയല്ലോ. ഡൈലേറ്റഡ് ടോർച്ചസ്, വെയിൻസ്, ഓൺസെറ്റ് ഡ്യൂറേഷൻ, പ്രോഗ്രഷൻ ഒക്കെ നോക്കണം. ഡൽലെക്കിംഗ് പെയിനോ ഹെവിനെസ്സോ ഫറ്റിക് ഉണ്ടോ നോക്കണം. പ്രൊലോങ്ഡ് സ്റ്റാൻഡിങ്ങിന്റെ റിലേഷൻ നമ്മളത് പറഞ്ഞു. ലെഗ് എലഗേഷനോ ഇലാസ്റ്റിക് സപ്പോർട്ടിന്റെ ഒക്കെ റിലീഫ് ഉണ്ടോ നോക്കി. ഇതെല്ലാം ടിപ്പിക്കൽ വെരിക്കോസ് ഹിസ്റ്ററിയുടെ പേഷ്യന്റ് ഹിസ്റ്ററീസ് ആണ്. പിന്നെ സ്വെല്ലിംഗ് എപ്പോഴും ഈവനിങ്ങിലായിരിക്കും വരുന്നത്. ഇച്ചിങ് പ്രോരൈറ്റിസ് വരാം. അൾസർ ഉണ്ടോ നോക്കണം. അല്ല നമ്മൾ പറഞ്ഞു ബ്ലീഡിങ് വരുന്നതെന്ന് പറയാം. പ്രീവിയസ് റംബഫ്ലപ്പയുടെ സിസ്റ്റർ ഉണ്ടോ നോക്കണം. മനസ്സിലായോ? അപ്പോൾ ഇത്രയും നമ്മൾ ഹിസ്റ്ററിയിൽ എഴുതണം. സെക്കൻഡറി കോസ് ഇമ്പോർട്ടൻ്റ്. സെക്കൻഡറി വെരിക്കോസ് വെയിൻസിന്റെ പ്രീവിയസ് DVT, ലെഗ് ട്രോമ സർജറി, ഇമൊബിലൈസേഷൻ, വീനസ് പ്രൊസീജിയേഴ്സ്, അബ്ഡമിനൽ പെൽവിസ് സിസ്റ്റം, വിമനിൽ പ്രഗ്നൻസിയും പെൽവിസ് സിസ്റ്റം റൂൾ ഔട്ട് ചെയ്യണം. ഇതൊന്നും ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് പ്രൈമറി വെരിക്കോസിറ്റീസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചോദിക്കണേ, പെട്ടെന്ന് ഞാൻ കവർ ചെയ്ത് പോവാം. ജനറൽ എക്സാമിനേഷനിൽ ലുക്ക് ഫോർ ജനറൽ കണ്ടീഷൻ, പാലർ, ഒബീസിറ്റി, മൊബിലിറ്റി, സൈൻസ് ഓഫ് അബ്ഡമിനൽ ഡിസീസ്. നമ്മൾ ബോത്ത് ലംസും ഗ്രോയിൻ്റെ ഡോസ് എക്സാമിൻ ചെയ്യണം. നമ്മൾ ചെയ്തതിനകത്ത് ഇൻസ്പെക്ഷൻ ചെയ്തപ്പോഴത്തേക്കുന്നുണ്ട് സ്റ്റാൻഡിംഗ് പൊസിഷൻ നമ്മൾ എക്സാമിൻ ചെയ്ത് പോസ്റ്റ് സ്റ്റാൻഡിംഗ് സുപ്പറിൽ ചെയ്യണം. സൈറ്റ് എക്സ്റ്റൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പെല്ലാം നമ്മൾ ഇപ്പോൾ മൾട്ടിപ്പിൾ ഡൈലേറ്റഡ് ടോർച്ച് സൂപ്പർഫിഷ്യൽ വെയിൻസ് ഉണ്ടായിരുന്നു ലെഫ്റ്റ് ലോവർ ലിംബിൽ, എക്സ്റ്റൻഡ് ഫ്രം ലെഗ് ടുവേർഡ്സ് തൈ. ഇപ്പോൾ വീനസ് സിസ്റ്റം നോക്കി മീഡിലോ തൈ ലെഗൊക്കെയാണ് ഗ്രേറ്റ് സഫീനസ്, പക്ഷേ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ലെഗോ ലാറ്ററൽ ഓഫ് ദ കാഫൊക്കെയാണ് സ്മാൾ സഫീനസ് ആയിരിക്കും. ഇവിടെ ഗ്രേറ്റ് സഫീനസ് സിസ്റ്റത്തിലാണ്. ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി ഫീച്ചേഴ്സ് നോക്കണം. എഡിമ, ഹൈപ്പർപിഗ്മെന്റേഷൻ, വീനസ് എക്സിമ, ഡെർമൈറ്റിസ്, ഇതെല്ലാം പേഷ്യൻസിന് ഉണ്ടായിരുന്നല്ലോ. ലൈപ്പോഡെർമാറ്റോസ് ഉള്ളത് ബോട്ടിൽ നെക്കോല ഷേപ്പ് അത്രയൊന്നും ആയിട്ടില്ല. അട്രോഫി ബ്ലാഞ്ചി, കൊറോണഫ്ലബറ്റേറ്റിയ, ഹീൽഡ് അൾസർ, ആക്റ്റീവ് അൾസർ, അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്ന് നോക്കണം. ഷാമ്പയിൻ ബോട്ടിൽ അപ്പൻസ്, ഇതെല്ലാം നമ്മൾ സിയാപ്പിൽ ഓരോരോ ഗ്രേഡിംഗ് ആണ്. ക്രോണിസിറ്റി നമുക്ക് പേഷ്യൻ്റ് അവസാനം ആക്റ്റീവ് അൾസർ, അപ്പോൾ അതിൻ്റെ C6 വരെ എത്തിയിട്ടുണ്ട് പേഷ്യൻ്റ്. ഇപ്പോഴത്തെ ഫീച്ചർ ഹൈപ്പർപിഗ്മെന്റേഷൻ ഗേറ്റർ സിസ്റ്റം, ഹീമോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. വൈ ദ പേഷ്യൻസ് ഹാവിംഗ് ഹൈപ്പർ, ഇറ്റ് ഈസ് ഹീമോസിഡൻ ഡെപ്പോസിറ്റ്, ലോങ് സ്റ്റാൻഡിങ് ബ്ലഡ് അക്യുമുലേഷൻ കാരണം ഹീമോഗ്ലോബിൻ വിൽ ബിക്കം ഹീമോസിഡറിൻ, അത് ഡെപ്പോസിറ്റ് ആവും. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് പറ്റുന്നത്, ഇങ്ങനെ വരുന്നത്, കളർ വരുന്നത്. There can be browny edge fibrosis and hypertrophy skin വരാം. ലൈപ്പോഡെർമാറ്റോസ് ഫ്ലൂറോസിസിൽ ഫൈബ്രോസിസ് ആണ്. അവിടെ RB പ്ലേറ്റ്ലെറ്റ് വല്ല അക്യുമുലേറ്റിംഗ് പ്ലേറ്റ്ലെറ്റ് ഡ്രൈഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഡെപ്പോസിറ്റിംഗ്, അത് കാരണം അവിടെ ഫൈബ്രോസിസ് വരും. അങ്ങനെയൊക്കെ പറഞ്ഞാണ് അവിടെ ലൈപ്പോഡെർമാറ്റോ ഇൻവേർട്ടഡ് ഷാമ്പയിൻ അപ്പിയറൻസ് ലെഗിന് വരുന്നത്. അതൊക്കെ ചോദിക്കാം. എക്സാമിൻ ദ അൾസർ സെപ്പറേറ്റ്ലി, സൈറ്റ്, നമ്പർ, സൈസ്, ഷേപ്പ്, എഡ്ജ്, ഫ്ലോർ, ബേസ്, ഇതെല്ലാം നമ്മൾ നോക്കണം അല്ലേ. പിന്നെ ഗേറ്റർ ഏരിയ ഇതെല്ലാം നമ്മൾ പറയാം. 3/3 സെന്റിമീറ്റർ സിംഗിൾ അൾസർ ആണ്. ഫ്ലോർ, എഡ്ജ്, ബേസ് എല്ലാം നോക്കണം. ഡിസ്ചാർജ് നോക്കണം. ഹൈപ്പർപിഗ്മെന്റേഷൻ എഴുതണം. എക്സിമ, ലൈപ്പോഡെർമസ് എഴുതണം. പാൽപേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം കൺഫേം ചെയ്യും. ഇൻസ്പെക്ടറി ഫൈൻഡിങ്, ലോക്കൽ ടെമ്പറേച്ചർ, ടെൻഡർനെസ്, വെരിക്കോസിറ്റി, കംപ്രസിബിലിറ്റി, എഡിമ, പിറ്റിംഗ് ഉണ്ടോ നോക്കണം. സ്കിൻ ഇൻഡറേഷൻ ഉണ്ടോ നോക്കണം. അൾസറിന്റെ ബേസ് പാൽപേറ്റ് ചെയ്യണം. ബേസിനകത്ത് ഇൻഡറേഷൻ ഒന്നുമില്ലെന്ന് നോക്കണം. ബ്ലീഡ് ചെയ്യുന്നത് അറിയണം. സറൗണ്ടിങ് ടിഷ്യൂസ് നോക്കണം. പ്രീവിയസ് ത്രംബോഫ്ലബൈറ്റിസിന്റെ ഫീച്ചേഴ്സ് ഉണ്ടാവണം. ചില വെയിൻസ് ഒക്കെ പാൽപ്പബിൾ ആയിരിക്കും, ത്രോംബോസ്ഡ് വെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ. ബ്രൗൺ ഇൻഡറേഷൻ ഓഫ് അലോങ് ദ വെയിൻസ് ഉണ്ടെന്ന് നോക്കണം. ഡിസ്കളറേഷൻ ഉണ്ടെന്ന് നോക്കണം. തിക്ക് ആൻഡ് ഒക്ലൂഡഡ് ആക്സിയൽ വെയിൻ സെഗ്മെന്റ്സ് കൊണ്ടെന്ന് നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് പാൽപേഷനിൽ നോക്കുന്നത്. ആർട്ടീരിയൽ എക്സാമിനേഷൻ ഒരിക്കലും മറക്കരുത്. എല്ലാ വെരിക്കോസ് നമ്മൾ ആർട്ടീരിയൽ ഒരു വേർഡ് എഴുതിയിരിക്കണം. അതിനകത്ത് ഫെമറൽ, പൊപ്ലിറ്റ, പോസിറ്റീവ്, ഡോർസാലിസ് പിഡിസ് എല്ലാ പൾസും ഒന്ന് പാൽപേറ്റ് ചെയ്ത് നോർമൽ ആണെന്ന് ലൈൻ എഴുതി വെച്ചിരിക്കണം. കാരണം എന്ത് അൾസർ വരുമ്പോഴും പേഷ്യൻ ഞാൻ ഓൾസോ അസോസിയേറ്റഡ് ആർട്ടീരിയൽ ഡിസീസ് ഓൾസോ. മനസ്സിലായോ? അത് മാത്രമല്ല അൾസർ നമ്മൾ കംപ്രഷൻ ബാൻഡേജിങ് കൊടുക്കുമ്പോഴത്തേക്ക്, സ്റ്റോക്കിങ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ആർട്ടീരിയൽ ഡിസീസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ ആർട്ടറി സപ്ലൈ വീണ്ടും കോംപ്രമൈസ് ആവും. അപ്പം നമ്മൾ ആർട്ടീരിയൽ ഡിസീസ് റൂൾ ഔട്ട് ചെയ്യണം. ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എല്ലാ വെരിക്കോസ് കേസിലും ആർട്ടറിയുടെ കാര്യം എഴുതണം. എല്ലാ ആർട്ടീരിയൽ കേസിലും വെയിൻ്റെ കാര്യം എഴുതണം. മനസ്സിലാവും? എല്ലാ ആർട്ടറി വെയിൻ്റെ കേസിലും അബ്ഡമിനും എക്സാമിൻ ചെയ്ത് എഴുതിയിരിക്കണം. ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. ഇനി ക്ലിനിക്കൽ ടെസ്റ്റ് നമ്മൾ പറഞ്ഞ മോറിസിസ് കഫ് ഇമ്പൾസ് ആണ്. സഫീന എമർജൻസി ഇൻകംബിറ്റൻസ്, അവിടെ തമ്പ് വെച്ചിട്ട് നമ്മൾ ചുമയ്ക്കാൻ പറയും. കഫ് ഉണ്ടെങ്കിൽ അതിനകത്ത് എന്താ ഇൻകംബിറ്റൻ്റ് ആണെന്ന്. ബ്രോഡി ടെലനബിൾ ടെസ്റ്റ് 1 and 2. 1 എന്ന് പറഞ്ഞാൽ സഫീന എമർജൻസി ഇൻകംബിറ്റൻസും 2 എന്ന് പറഞ്ഞാൽ പെർഫറേറ്റർ ഇൻകംബിറ്റൻസും രണ്ട് റിലോട്ട് ചെയ്യും. മൾട്ടിപ്പിൾ ടോണിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോക്കലൈസ് ഇൻകംബിറ്റൻറ്റ് പെർഫറേറ്റ്. ഷ്വാർട്സ് ടെസ്റ്റ് നമ്മൾ എപ്പോഴായിരിക്കും, ഈ സൂപ്പർഫിഷ്യൽ വാലർ ഇൻകംബിറ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വെയിനിൽ ഇങ്ങനെ ടാപ്പ് ചെയ്യണം. അപ്പം SFGയിൽ തമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പൾസ് കിട്ടും. അതാണ് ഈ ടാപ്പ് ചെയ്ത് വേവ് കിട്ടും. അതാണ് ഷ്വാർട്സ് ടെസ്റ്റ്. അതും SFG ഇൻകംബിറ്റൻസിന്റെ ഫീച്ചറാണ്. ഇനി പെർത്തീസ് അല്ലെ മോഡിഫൈഡ് പെർത്തീസ്. പെർത്തീസ് എന്ന് നമ്മൾ കാല് മൊത്തം മാർക്ക് ബാൻഡേജ് ഇങ്ങനെ കെട്ടിയിട്ട് പേഷ്യനോട് നടക്കാൻ പറയും. അങ്ങനെയായിരുന്നു. അപ്പോഴത്തേക്ക് ഈ ഡീപ് വെയിൻ ഒക്ലൂഷൻ ഉണ്ടെങ്കിൽ പേഷ്യന്റിന്റെ കാലിൽ പുതുതായിട്ട് വെരിക്കോസിറ്റി ഡെവലപ്പ് ചെയ്യും. അത് ഊരി കഴിയുമ്പോൾ മോഡിഫൈഡ് പെർത്തീസ് അതിന് വരെ നമ്മളൊരു ടോർണിക്ക് മാത്രം മുകളിൽ കെട്ടും. പക്ഷേ നമ്മുടെ സൂപ്പർഫിഷ്യൽ റിങ്ങിൽ
അവിടെ കിട്ടും നടക്കാൻ പറയും. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ന്യൂ ആയിട്ട് വെരിക്കോസിറ്റി ഡെവലപ്പ് ചെയ്യും. അതാണ് മോഡിഫൈഡ് എപ്പിസ്. അതെല്ലാം ഡീപ്പ് വെയിനസ് സിസ്റ്റത്തിന്റെ ഇതാണ് ഒബ്സ്ട്രക്ഷനിൽ വരുന്നതാണ്. പിന്നെ പ്രാറ്റ് ടെസ്റ്റ്, ഫെഗാൻ ടെസ്റ്റ്. ഇതിൽ ലോക്കൽ ഇൻകംബീരിയന്റ് പെർഫറേറ്റേഴ്സ് അറിയാൻ പറ്റും. ഫെഗാൻ നമ്മൾ വിരലുണ്ടെങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ ഫേഷ്യൽ ഹോൾ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഫെഗാൻ ടെസ്റ്റ്. പെർഫറേറ്റർ ഇൻകംബീരിയൻസിന്റെ ഫീച്ചറാണ്. ഇനി കംപ്ലീറ്റ് എക്സാമിനേഷൻ നമ്മൾ ഓപ്പോസിറ്റ് ലിംബ് എക്സാമിൻ ചെയ്യണം, പെരിഫറൽ സിസ്റ്റം, ആർട്ടീരിയൽ സിസ്റ്റം എക്സാമിൻ ചെയ്യണം, അബ്ഡമിനോ പെല്ലിസ് നോക്കണം, ആംഗിൾ മൂവ്മെന്റ്, അഡ്വാൻസ് ലൈപ്പോഡെർമസോളിസ്, അക്യൂലീസിന്റെ ഫൈബ്രോസിസ് ഉണ്ടാവും. അപ്പോൾ ആംഗിൾ അനക്കാൻ പറ്റുന്നൊക്കെ നോക്കണം. ഓക്കെ. ഇപ്പോൾ ഡയഗ്നോസിസ് എന്താ? ലെഫ്റ്റ് ലോവർ ലിംബ് വെരിക്കോസ് വെയിൻ, ക്രോണിക് വെനസ് ഇൻസഫിഷ്യൻസി, കോംപ്ലിക്കേറ്റഡ് ബൈ ആക്റ്റീവ് വെനസ് അൾസർ ഇൻ ദ ഗേറ്റർ ഏരിയ. അതാണ് നമ്മുടെ ഡയഗ്നോസിസ്. ഓക്കെ. ഇത് സറൗണ്ടിങ് ഹൈപ്പർ പിഗ്മെന്റേഷൻ വിത്ത് ക്ലിനിക്കലി സസ്പെക്റ്റഡ് പെർഫറേറ്റർ ഇൻകംബിറ്റൻസ്. ഇപ്പോൾ സിയാപ്പ് ക്ലാസിഫിക്കേഷൻ എല്ലാവരും നമ്മൾ C6 എന്നല്ലേ പറഞ്ഞത്. നമ്മൾ സിയാപ്പ് എന്താ? C0 എന്ന് പറഞ്ഞാൽ നോ വിസിബിൾ പാൽപ്പബിൾ ഡിസീസ്, C1 ഇസ് ടെലാഞ്ചൈറ്റിസ് റെട്ടിക്കുലർ വെയിൻ, ലെസ് ദാൻ 1 mm ടെലാഞ്ചൈറ്റിസ് 1 to 3 mm ആണെങ്കിൽ റെട്ടിക്കുലർ വെയിൻസ് എന്ന് പറയാം. C2 എന്ന് പറഞ്ഞാൽ വെയിൻസ് ഡൈലേറ്റഡ് ടോർച്ചസ് വെയിൻസ് മോർ ദാൻ 3 mm is C2. ഇപ്പോൾ 2 പോലെ ഇരിക്കുന്നുണ്ട് വെരിക്കോസ് വെയിൻ C2. C3 3 പോലെ ഇരിക്കും എഡ്ജ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എഡിമ എന്ന് പറഞ്ഞത് E for എഡിമ. എഡിമ വിത്തൗട്ട് സ്കിൻ ചേഞ്ചസ് C3. 4 എന്ന് പറഞ്ഞാൽ അതിനകത്ത് കളർ വരും, പിഗ്മെന്റേഷൻ. ഇപ്പോൾ പിഗ്മെന്റേഷൻ ഓർ എക്സിമ, പിഗ്മെന്റേഷൻ, എക്സിമ അല്ലെങ്കിൽ ലൈപ്പോഡെർമാറ്റോസ്ക്ലിറോസിസ്, അതൊക്കെയാണ് C4. C4A, 4B, 4C. ഇപ്പോൾ 4A എന്ന് പറഞ്ഞാൽ എക്സിമ ഓർ പിഗ്മെന്റേഷൻ ഇസ് 4A. 4B എന്ന് പറഞ്ഞാൽ ലൈപ്പോഡെർമാറ്റോസ്ക്ലിറോസിസ്, B for ബോട്ടിൽ നെക്ക്, ഇൻവെർട്ടഡ് ബോട്ടിൽ നെക്ക്. ആൻഡ് C എന്ന് പറഞ്ഞാൽ കൊറോണ ഫ്ലബറ്റേറ്റി, റിംഗ് ഓഫ് ഇത് വീനസ് ഡിപ്പോസിഷൻ ആണ്. C5 എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്റ്റീവ് അൾസർ, ഹീൽഡ് അൾസർ, ആൻഡ് C6 ആക്റ്റീവ് അൾസർ. അതാണ് സിയാപ്പ്. E എന്ന് വെച്ചാൽ എറ്റിയോളജി, പ്രൈമറി, സെക്കൻഡ്. A for അനാട്ടമി, സൂപ്പർഫിഷ്യൽ ആവാം, ഡീപ്പ് ആവാം, പെർഫറേറ്റ്. അതേ ഒന്നിലും കൂടുതൽ സിസ്റ്റം ഉണ്ടാവും. പിന്നെ പത്തോഫിസിയോളജിയിൽ റിഫ്ലെക്സ് ഒബ്സ്ട്രക്ഷൻ, റിഫ്ലക്ഷൻ ഒബ്സ്ട്രക്ഷൻ. അപ്പോൾ അതാണ് സിയാപ്പ് എന്താണ് എഴുതിയിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഇസ് ഡ്യൂപ്ലസ്. ഭയങ്കര എളുപ്പം. ഡ്യൂപ്ലസ് മീൻസ് ഡോപ്ലർ സ്കാൻ, കളർ ഡോപ്ലർ വരുന്നത് ബി മോഡ് അൾട്രാസൗണ്ട് ഇസ് ഡ്യൂപ്ലസ് സ്കാൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഡീപ്പ് വെയിൻ സിസ്റ്റത്തിന്റെ പേറ്റൻസി, ഒബ്സ്ട്രക്ഷൻ, റിഫ്ലക്സ് ഒക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഡ്യൂപ്ലക്സ് ചെയ്ത് നോക്കും. കൂടെ സൂപ്പർഫിഷ്യൽ സിസ്റ്റം, ഗ്രേറ്റ് സഫിനസ് വെയിനും സൂപ്പർഫിഷ്യൽ സഫിനസ് വെയിനിൽ റിഫ്ലക്സ് ചെയ്യാൻ വേണ്ടി നോക്കാം. ജംഗ്ഷൻ സഫീന ഫെമറൽ ജംഗ്ഷൻ, സഫീന പൊപ്പേറ്റൽ ജംഗ്ഷനകത്ത് റിഫ്ലക്സ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. പെർഫറേറ്റർ ഇൻകംബിനൻസ് അറിയാൻ പറ്റും. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമുക്ക് ഡ്യൂപ്ലക്സ് സ്കാൻ വരുന്നത്. അൾട്രാസൗണ്ട് ഡോപ്ലർ ആണ്. അൾട്രാസൗണ്ട് വഴി നമുക്ക് വെയിൻ സൗണ്ട് കേൾക്കാൻ പറ്റും, ഡോപ്ലർ വഴി കാണാനും പറ്റും. അതാണ് ഡ്യൂപ്ലക്സ്. ആർട്ടീരിയൽ ഡിസീസിന്റെ മെയിൻ എക്സിഷൻ ഡ്യൂപ്ലക്സ് ആണ്. അപ്പം നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ എത്ര മോർ ദാൻ 1 millisecond നമ്മൾ റിഫ്ലക്സ് ഉണ്ട്. സഫീന ഫെമറൽ ജംഗ്ഷനിലെ റിഫ്ലക്സ് മോർ ദാൻ 5 mm ആണെങ്കിൽ നമ്മൾ റിഫ്ലക്സ് ഉണ്ടെന്ന് പറയാം. മൈൽഡ് റിഫ്ലക്സ് 5 to 0.5 സെക്കൻഡ് ആണ് റിഫ്ലക്സ് എങ്കിൽ മൈൽഡ് റിഫ്ലക്സ് പറയും. 0.5 to 1 second ആണെങ്കിൽ മോഡറേറ്റ് റിഫ്ലക്സ്, മോർ ദാൻ 1 second ആണെങ്കിൽ സിവിയർ റിഫ്ലക്സ് എന്ന് പറയും. വെച്ചാൽ അത്രയും സെക്കൻഡ് ഇങ്ങനെ വെയിൻ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ പറയുന്നത് റിഫ്ലക്സ്. മൈൽഡ് മോഡറേറ്റ് നമ്മളെന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഡ്യൂപ്ലക്സ് മാത്രം ഓർത്തുന്നത്. പിന്നെ പ്ലാൻ ട്രീറ്റ്മെന്റ്, വെരിക്കോസ് വെയിനും ആക്റ്റീവ് അൾസറും ഉണ്ടെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യു ഓൾവേസ് റൂൾ ഔട്ട് ആർട്ടീരിയൽ പത്തോളജി, ബിക്കോസ് നമ്മൾ കംപ്രഷൻ ബാൻഡേജ് കൊടുക്കില്ല. അപ്പോൾ ആർട്ടീരിയൽ ഡിസീസ് റൂൾ ഔട്ട് ചെയ്യണം, ഡ്യൂപ്ലക്സ് സ്കാൻ ചെയ്യണം, റിഫ്ലക്സ് ഒബ്സ്ട്രക്ഷൻ റൂൾ ഔട്ട് ചെയ്യണം. എന്നിട്ട് അൾസറിനെ ആദ്യം ട്രീറ്റ് ചെയ്യണം. വെരി 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 ഇമ്പോർട്ടൻറ്റ്. അൾസർ കാരണം ആക്റ്റീവ് ഡിസീസിൽ നമുക്ക് ഒരിക്കലും വെരിക്കോസ് വെയിന് സർജറി ചെയ്യാൻ പറ്റില്ല. അതെല്ലാം ക്ലീൻ സർജറീസ് ആണ്. അപ്പോൾ അൾസർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെയിലി ഡ്രസ്സിങ്സ് ചെയ്യാം. നമ്മൾ ബിസ്കാർഡ് റെജിമൻ ഉണ്ടല്ലോ, എലവേഷൻ, എഡിമ റിഡ്യൂസ് ചെയ്യണം. പിന്നെന്താ, നമുക്ക് ഫീഡിങ് കൊടുക്കണം, ആന്റിബയോട്ടിക്സ് കൊടുക്കാം, പിന്നെ ഇലാസ്റ്റിക് കംപ്രഷൻ സ്റ്റോക്കിങ്സ് കൊടുക്കാം, എൻഡർ ഫീഡിങ്. ആ സാധനങ്ങളാണ് ബിസ്കാർഡ് റെജിമൻ. 9E ഉണ്ടല്ലോ. അപ്പോൾ ബിസ്കാർഡ് റെജിമൻ നമുക്ക് പറയാം. വീനസ് ഹൈപ്പർ ടെൻഷൻ ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ് അണ്ടർലൈൻ യങ് വീനസ് സിസ്റ്റം ആൻഡ് ഇൻഡിക്കേറ്റ്. കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് ലെഗ് എലവേഷൻ, അപ്രോപ്രിയേറ്റ് മൊബിലിറ്റി, അൾസർ സ്കിൻ കെയർ, ഗ്രേഡ് 2 സ്റ്റോക്കിങ്സ് കൊടുക്കാം. അപ്പോൾ ഗ്രേഡ് 2 സ്റ്റോക്കിങ്സിന് അമേരിക്കൻ സിസ്റ്റം അനുസരിച്ച് 20 to 30, 30 to 40, മോർ ദാൻ 40 അങ്ങനെയാണ് സ്റ്റോക്കിങ്സിനെ ഗ്രേഡ്. അപ്പോൾ നമ്മൾ ഗ്രേഡ് 2 ആകുമ്പോൾ 30 to 40 mm ആണ് കൊടുക്കുന്നത്. ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് 14 to 17 mm മെർക്കുറി, 18 to 24, മോർ ദാൻ 25. അങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് നമ്മൾ ഈ സ്റ്റോക്കിങ്ങിന്റെ പ്രഷർ പറയുന്നത്. എന്നാലും ഗ്രേഡ് 2 ഫോർ വെരിക്കോസ്, 2 ഫോർ വെരിക്കോസ് സ്റ്റോക്കിംഗ് എല്ലാം 2 എന്ന് ഓർത്താൽ മതി. C2 ഈസ് വെരിക്കോസ് ആൻഡ് സ്റ്റോക്കിംഗ് ഓൾസോ ഗ്രേഡ് 2. അപ്പോൾ 30 to 40 mm മെർക്കുറിയാണ് അതിന് കിട്ടുന്ന പ്രഷർ. അപ്പോൾ അത്രയും പ്രഷർ കൊടുത്താൽ നമ്മൾ സ്റ്റോക്കിങ്സ് ഇടാൻ പറയും. ബിലോ നീ സ്റ്റോക്കിങ്സ് ഇടാൻ പറയും പേഷ്യൻസിനോട്. ഡെയിലി ഡ്രസ്സിങ്ങും ചെയ്യണം. ഓക്കെ. ഡെഫിനറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ തന്നെ ആസ് സൂൺ ആസ് അൾസർ സ്റ്റാർട്ട്സ് ഹീലിംഗ് ഓർ ഡെവലപ്പിംഗ് എന്താ ഗ്രാനുലേഷൻ, വി ക്യാൻ ഗോ ഫോർ ഡെഫിനറ്റീവ് ട്രീറ്റ്മെന്റ് ഫോർ വെരിക്കോസ് വെയിൻ. ഇറ്റ് ക്യാൻ ബി എൻഡോവീനസ് അബ്ലേഷൻ, EVA, എൻഡോവീനസ് സർജറീസ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി തെർമൽ മെത്തേഡ്സ്, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ഓർ EVA, എൻഡോവീനസ് ലേസർ അബ്ലേഷൻ. അല്ലെങ്കിൽ വി ക്യാൻ ഗോ ഫോർ നോൺ തെർമൽ സർജറീസ് ലൈക്ക് സയൻ അക്രിലേറ്റ് ഗ്ലൂ. അപ്പോൾ ഇത് മൂന്നാണ് നമ്മൾ നോർമലി ചെയ്യുന്ന സർജറീസ് ഫോർ ദ ഗ്രേറ്റ് സഫീനസ് വെയിൻ അല്ലെങ്കിൽ സഫീന ഫെമറൽ ജംഗ്ഷനിൽ നമ്മൾ ഒക്ലൂഡ് ചെയ്യും. ബേസിക്കലി നമ്മൾ വെയിൻ അടച്ചു ഒക്ലൂഡ് ചെയ്യുക, നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യുക, ഒക്ലൂഡ് ചെയ്ത്. അപ്പോൾ ഇത് കാണുന്ന അവിടെ എന്തുകൊണ്ടാണ് ലൂമിനലൊക്കെ നാരോയാവും, അവിടെ ഫൈബ്രോസിസ് വരും. ഇനി പെർഫറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ ഗീവ് അൾട്രാസൗണ്ട് ഫോംസ് തെറാപ്പി ഫോർ പെർഫറേറ്റേഴ്സ്.
ചില ഓപ്പറേറ്റീവ് സർജറീസ് നിങ്ങൾ പേരറിയുന്നത് ട്രെൻഡൽബർഗ് സ്ട്രിപ്പ് ലൈഗേഷൻ. നമ്മൾ ട്രെൻഡൽബർഗ് സ്ട്രിപ്പിംഗ് ആൻഡ് ഫ്ലഷ് ലൈഗേഷൻ എന്ന് പറയുന്നത്. ട്രെൻഡൽബർഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സഫിൻ ഫാബ്രിക്കേഷൻ നമ്മൾ സൂച്ച് ചെയ്തിട്ട് എല്ലാ സൂപ്പർഫിഷ്യൽ വെയിൻസിന് നമ്മൾ സൂച്ച് ചെയ്തിട്ട് ആ വെയിൻ മൊത്തം സ്ട്രിപ്പ് ചെയ്തെടുക്കും. അതാണ് ട്രെൻഡൽബർഗ് സ്ട്രിപ്പ് ലൈഗേഷൻ. GSവിനെ സ്ട്രിപ്പ് ചെയ്തെടുക്കും. പിന്നെ സെപ്സ് എന്ന് പറഞ്ഞാൽ സബ്ഫേഷ്യൽ എൻഡോസ്കോപ്പി പെർഫറേറ്റൽ ലൈഗേഷൻ. നമ്മളൊരു എൻഡോസ്കോപ്പി ലാപ്രോസ്കോപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തം വെയിനെ കണ്ടിട്ട് പെർഫറേറ്റൽ ലൈഗേറ്റ് ചെയ്യാം. അത് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ചെയ്യാറില്ല ഇപ്പോൾ. പിന്നെ പെർഫറേറ്റർ ലൈഗേഷൻ, സെലക്റ്റീവായിട്ട് നമ്മൾ പെർഫറേറ്റർ ഇങ്ങനെ ഡൈലേറ്റേഴ്സ് ഇങ്ങനെ ഹുക്ക് ചെയ്തിട്ട് ലൈഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം വെരിക്കോസിറ്റീസ്. ഈ ഒരു പേജാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു സേ വാട്ട് വി ആർ ഗോയിങ് ടു ആഫ്റ്റർ ഡൂപ്ലെക്സ് അനാറ്റമി, കിങ് ഓഫ് എൻഡോവെനസ് അബ്ലേഷൻ, അൾട്രാസൗണ്ട് ഗൈഡഡ് ഫോർമൽ തെറാപ്പി ഓർ സെലക്റ്റീവ് ഓപ്പറേഷൻ ട്രീറ്റ്മെന്റ്. അപ്പം നമ്മൾ പറഞ്ഞാണ്, നമ്മൾ ബേസിക്കലി പറഞ്ഞ സാധനം ഹിസ്റ്ററി എടുക്കുക, എക്സാമിൻ ചെയ്യുക, ക്രിട്ടിക്കൽ വീനസ് എന്താ ഇതുണ്ടോ നോക്കുക, ഇൻകമ്പിനൻസ് ഉണ്ടോ നോക്കുക, എഡിമ, പിഗ്മെന്റേഷൻ, എക്സിമ, സി കഴിഞ്ഞാൽ ക്രോണിക് വീനസ് ഇൻകമ്പിനൻസ് ഉണ്ടോ നോക്കുക, ഹൈപ്പോഡെർമസോളിസ് അൾസർ എല്ലാം നോക്കുക. അൾസറിന്റെ ഡിഫൈൻ ചെയ്യണം, പാൽപേറ്റ് ചെയ്യണം, അട്ടിയിൽ എക്സാമിൻ ചെയ്യണം, PIVD റൂൾ ഔട്ട് ചെയ്യണം, വീനസ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കണം, ബേസിക്കൽ ടെൻഡൽബർഗ് ചെയ്യണം, പെർത്തീസ് ചെയ്ത് നോക്കണം, ടോർണിക്ക് നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യണ്ട. കംപ്ലീറ്റ് എക്സാമിനേഷൻ ഓപ്പോസിറ്റ് ലിംബ് നോക്കാം, CRP വെച്ച് ക്ലാസിഫൈ ചെയ്യാം, ഡ്യൂപ്ലസ് അൾട്രാസൗണ്ട് വെച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാം, അൾസർ ട്രീറ്റ് ചെയ്യാം. പിന്നെ ആസ് സൂൺ ആസ് അൾസർ ഇസ് ഇംപ്രൂവിംഗ് then we can go for ട്രീറ്റ്മെന്റ് ഓഫ് ദ വെരിക്കോസിറ്റീസ്. ഇതാണ് നമ്മുടെ കേസ്. ഓക്കെ, പിന്നെ കുറച്ച് തിയറീസ് കൂടെ പറഞ്ഞുതരാം. വെരിക്കോസിന്റെ ഡെഫിനിഷൻ ഡയലറ്റഡ് ടോർച്ചസ് വെയിൻസ് ആണ്. ലോവർ ലിംബ് സൂപ്പർഫിഷ്യൽ വെയിൻസ്, സ്പെർമാറ്റിക് വെയിൻസ് ഓഫ് അഗ്ലോയിൻ ഹെമോലോയിഡ്, എവിടെയും വരെ നമ്മൾ ലോവർ ലിംബിലാണ് പറയുന്നത്. പിന്നെ CR ക്ലാസിഫിക്കേഷൻ പറയണം. ഏറ്റവും നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രൊലോങ്ഡ് സ്റ്റാൻഡിങ്, പിന്നെ വീനസ് ഒബ്സ്ട്രക്ഷൻ, സെക്കൻഡറി കോസസ് എല്ലാം പറയാം. ഹിസ്റ്ററി നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ ഏജ്, സെക്സ്, എത്നിക് ഗ്രൂപ്പ്, ഒക്കുപേഷൻ, പ്രൊലോങ്ഡ് സ്റ്റാൻഡിങ് ഉള്ള ട്രാം ഡ്രൈവേഴ്സ്, പോലീസ്മാൻ, റിക്ഷാ പുള്ളേഴ്സ്, അത്ലറ്റ്സ്, ഡോക്ടേഴ്സ്, ഇവർക്കെല്ലാം വരെ ടീച്ചേഴ്സ്. പിന്നെ ഫീമെയിൽസിൽ 10:1 റേഷ്യോയിൽ വരും. ഇതൊക്കെ ദാസിൽ പറയുന്ന പോയിന്റ്സ്. ഓരോ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഓരോ ഇമ്പോർട്ടൻസ് ആണ് എടുത്തേക്കുന്നത്. ദാസ് അനുസരിച്ച് നിങ്ങൾ ഈ ഒരു പാർട്ട് ഇമ്പോർട്ടൻ്റ്. ദാസിന് അത് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഫീമെയിൽസിനാണ് അപ്പോൾ മോസ്റ്റ് എക്സാമിനേഷൻ ദാസ് വായിച്ചിട്ടായിരിക്കും വരുന്നത്. വെരിക്കോസ് വെയിൻസ് എല്ലാ ഏജ് ഗ്രൂപ്പ്, പക്ഷേ മിഡിൽ ഏജ് ഉണ്ട്. ഇപ്പോൾ 30 to 50 ഇയേഴ്സ് ഉള്ളവർക്കാണ് കൂടുതൽ വരുന്നത്. ഓക്കെ, വെസ്റ്റേൺ പോപ്പുലേഷൻ മോർ കോമൺ. പെയിൻ ആണ് മോസ്റ്റ് കോമൺ. പെയിൻ ഓർ ഏക്കിംഗ് സെൻസേഷൻ, ഡൾ ഏക്കിംഗ് എന്ന് പറഞ്ഞു. പിന്നെ ബേസ്റ്റിംഗ് പെയിൻ ഒക്കെ DVTയിൽ വരാം. അതർ സിംറ്റംസ് ബേസ്റ്റിംഗ് പെയിൻ, അത് DVT ആയിരിക്കും. നൈറ്റ് ക്രാംസ് വരാം, ആംഗിൾ സ്വെല്ലിംഗ് വരാം, ഇച്ചിങ്, സിവനോട്ടുള്ള വീനസ് അൾസർ, ഡിഫിക്കൽട്ടി സ്റ്റാൻഡിങ് ഓർ വാക്കിംഗ് വരാം. ഡീപ് വെയിൻ ത്രോംബോസിന്റെ ഫീച്ചറാണ്. അതല്ല തന്നെ വെരിക്കോസ് വെയിനായിട്ട് എന്തൊക്കെ ചോദിക്കണം, കോൺസ്റ്റിപ്പേഷൻ, അബ്ഡമൻസിൽ, ഇതെല്ലാം നമ്മൾ ചോദിച്ചു ഓൾറെഡി കേസിൽ. പാസ്റ്റ് ഹിസ്റ്ററി പറഞ്ഞു, ഇഞ്ചക്ഷൻ ട്രീറ്റ്മെന്റ് ഫോർ വെരിക്കോസിന് എടുത്തിട്ടുണ്ടോ, ഓപ്പറേഷൻ എടുത്ത് ചെയ്തിട്ടുണ്ടോ, ഇൽനെസ് ഉണ്ടോ, കോംപ്ലിക്കേറ്റഡ് ഓപ്പറേഷൻ ഉണ്ടോ, DVT റോൾ ഔട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, പേഴ്സണൽ ഹിസ്റ്ററിയിൽ പ്രീവിയസ് പ്രഗ്നൻസി ചോദിക്കണം, വൈറ്റ് ലെഗ് ഉണ്ടായിരുന്ന പ്രഗ്നൻസിയിൽ കോൺട്രാസെപ്റ്റീവ് യൂസ് ഉണ്ടോ ചോദിക്കണം. മനസ്സിലായോ? ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കോൺട്രാസെപ്റ്റീവ് പിൽസ് ഹാസ് എ റിസ്ക് ഫോർ DVT, അത് അവർ പറയുന്നുണ്ടോ ചോദിക്കണം. ഓക്കെ, പ്രഗ്നൻസിയിൽ വൈറ്റ് ലെഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഒരു ഇതാണ് റിസ്ക് ഫാക്ടർ. ഫാമിലി ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഫാമിലീസിൽ വരാം, മദർ സിസ്റ്റേഴ്സിനെ കൊണ്ടാണ്, ഫീമെയിൽസിനുള്ള കൂടുതൽ വരുന്നത്. എക്സാമിനേഷൻ വെരിക്കോസ് വെയിൻസ് ലോങ് ഓർ ഗ്രേഡ് സഫിനസ് വരാണെന്ന് നോക്കണം. മീഡിയൽ മലിയോളസ് ഗേറ്റർ ഏരിയയിൽ ആണെന്ന് നോക്കണം. സഫിനസ് ഒപ്പിംഗ് വരെ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഗ്രേഡ് സഫിനസ് വെയിനിന്റെ എന്ത് കോഴ്സ്, അത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. അതിൻ്റെ കോഴ്സ് നമ്മൾ ട്രേസ് ചെയ്യണം. പറ്റുമെങ്കിൽ മാർക്ക് ഉണ്ടെങ്കിൽ മാർക്ക് കൂടെ ചെയ്യണം. ഷോർട്ട് സ്മാൾ സഫീനസ് നിങ്ങൾ എക്സാമിന് മുമ്പ് ഒരു മാർക്കിലൂടെ കൊണ്ടുവെക്കുക. പേഷ്യൻ്റെ കൂടെ ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് നമുക്ക് പേഷ്യനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ എളുപ്പമായിരിക്കും. ഓക്കെ, പെർ പേഷ്യൻ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പേഷ്യൻ്റെ പ്രശ്നം കുത്തുകുത്തിട്ട് ഇടാൻ പറ്റും. വെയിൻ ട്രേസ് ചെയ്യാൻ പറ്റും. ഭയങ്കര സിമ്പിൾ കേസാണ് വെരിക്കോസ് കിട്ടുന്നത്. കൂളായിട്ട് പാസ്സാകും, കാരണം വേറെ ഒന്നും ചോദിക്കത്തില്ല ഇതിനകത്ത്. ഷോർട്ട് സഫീനസ് വെയിൻ നോക്കണം. അത് ലാറ്ററൽ മെല്ലോളസിന്റെ പുറകെ കൂടെ വന്ന് പോസ്റ്റീരിയർ ഹോസ്പിറ്റലിലേക്ക് പൊപ്പിറ്റൽ ഫോഴ്സിൽ ഡ്രെയിൻ ചെയ്യുക. സ്വെല്ലിംഗ് ലോക്കലൈസ്ഡ് ആണോ ജനറലൈസ്ഡ് ആണോ? ജനറലൈസ് സ്വെല്ലിംഗ് ആണെങ്കിൽ DVT അല്ലെങ്കിൽ ലോക്കലൈസ്, നമ്മുടെ കേസ് ലോക്കലൈസ്ഡ് ആയിരുന്നു. ഇപ്പോൾ കുറച്ച് ത്രോംബോഫ്ലെബിറ്റിസിന്റെ കാരണം കൊണ്ടായിരിക്കാം. ഓക്കെ, സ്കിന്ന് നോക്കണം, കളർ നോക്കണം. വൈറ്റ് സൊള്ളനിലേക്ക് നമ്മൾ പറയാം ഫ്ലെഗ്മേസിയ ആൽബ ഡോളൻസ്. ഇത് വീനസ് ഒബ്സ്ട്രക്ഷൻ പ്രഗ്നൻസി വരുമ്പോഴാണ് വരുന്നത്. കേസ് പ്രീ റണ്ണർ ഫോർ DVT എന്ന് പറയാം. ഫ്ലെഗ്മേസിയ ആൽബ ഡോളൻസ് പ്രഗ്നൻസി ഉണ്ടെങ്കിൽ വൈറ്റ് ലെഗ് ഉണ്ടായിരുന്നു ചോദിക്കണം. ബ്ലൂ ലെഗ് എപ്പോഴാണ് വരുന്നത്? സിവിയർ DVT ഉള്ള പേഷ്യൻസിൽ വരുന്നതാണ് ഫ്ലെഗ്മേസിയ സെറൂലിയ ഡോളൻസ്. അപ്പോൾ വീനസ് ഒബ്സ്ട്രക്ഷൻ എന്ന പ്രഗ്നൻസിയിൽ വരുന്നത് ഫ്ലെഗ്മേസിയ ആൽബ ഡോളൻസ്. ബ്ലൂ ലെഗ് എന്ന് സിവിയർ DVT ആയി കഴിഞ്ഞ പേഷ്യൻസിൽ ബ്ലൂ വരാം, ബ്ലഡ് അവിടെ കെട്ടിക്കിടുന്നുണ്ട്. ആർട്ടീരിയൽ പ്ലസസ് ഉണ്ടോ നോക്കണം. വീനസ് ഗാംഗ്രീനൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇത് റോൾ ഔട്ട് ചെയ്യണം. ടെക്സ്ചർ നോക്കണം, സ്ട്രെച്ച്ഡ് സ്കൈനി സ്കിന്നൊക്കെ DVT ഇതായിട്ട് വരാം. എക്സിമ നോക്കണം, മെഡൽ മെലോളസിൽ പിഗ്മെന്റേഷൻ നോക്കാം, അൾസറേഷൻ, സ്കാർ, ഹെയർ ആൻഡ് നെയിൽസ്, ലോസ് ഓഫ് ഹെയർ, ഇൻക്രീസ്ഡ് ബ്രിട്ടിൽനെസ് ഒക്കെ ഇതൊക്കെ വീനസ് ഗാംഗ്രീന്റെ ഫീച്ചേഴ്സ് ആണ്. DVTയുടെ റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഇതെല്ലാം. പാൽപേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻകംബിൻ്റെ വാൽസും ഇൻകംബിൻ്റെ പെർഫറേറ്റീവ് വെയിൻസും ഒക്കെ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. ബ്രോഡി നെൽമർ ടെസ്റ്റ് 1 and 2 നമ്മൾ പറയാം. 1 SFG ഇൻകംബിറ്റൻസ്, 2 കമ്മ്യൂണിക്കേറ്റിംഗ് വെയിൻസ്, അത് രണ്ടും നോക്കണം. 1 പോസിറ്റീവ് ആണ്, ഇറ്റ് ഈസ് SFG ഇൻകംബിറ്റൻസ്. 2 പോസിറ്റീവ് ആണ്, ഇറ്റ് ഈസ് പെർഫറേറ്റീവ് ഇൻകംബിറ്റൻസ്. ഇപ്പോൾ രണ്ടും നോക്കണം. 1 തമ്പ് വെച്ച് നോക്കണം. 2 ചെയ്യാൻ വേണ്ടി നമ്മൾ തമ്പ് 1 തമ്പ് 1 ടെസ്റ്റ് 1 ചെയ്യുന്നതിന് നമ്മൾ തമ്പ് കൊണ്ട് ഒക്ലൂഡ് ചെയ്തിട്ട് പേഷ്യനെ എണീപ്പിച്ച് നിർത്തണം. എന്നിട്ട് പേഷ്യൻ്റെ കൈ അങ്ങ് വിടണം. അപ്പോഴത്തേക്ക്
വെയിൻ പെട്ടെന്ന് ഫില്ലപ്പ് ആവും മുകളിൽ തരട്ടെ. ദാറ്റ് ഈസ് ടെസ്റ്റ് 1 പോസിറ്റിവിറ്റി. 2 എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്പ് വിടത്തില്ല, 5 മിനിറ്റ് കുറച്ച് നേരം വെച്ചേക്കും, അല്ലെങ്കിൽ ടോണിക്കിന്റെ കെട്ടി വെച്ചും പതുക്കെ താഴ്ന്ന് മുകളിലോട്ട് വെയിൻ ഫില്ലപ്പ് ആവും. അതാണ് 2. 1 2 പറഞ്ഞിരിക്കണം ചെയ്യാൻ. അത് മാത്രമേ അവർ ചോദിക്കത്തുള്ളൂ. അതാണ് 1 2. ഓൾറെഡി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. ടോണിക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മൾട്ടിപ്പിൾ ടോണിക്ക് സമയം ചെയ്യാം. അപ്പം ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ ടോണിക്ക് വെക്കും. ഏത് ടോണിക്ക് മുകളിലാണോ താഴെയാണോ മെയിൻ ഇതാവാൻ നമുക്ക് മനസ്സിലാക്കാം, മെയിൻ കമ്പീറ്റൻസ്. അപ്പോൾ ബേസിക്കലി അവർ ഇത് മാത്രമേ ചോദിക്കും, വാട്ട് ആർ ദ നെയിംസ് ഓഫ് ദ പെർഫറേറ്റേഴ്സ്. കാഫിലുള്ളത് കോക്കറ്റ് പെർഫറേറ്റർ 3 ഉണ്ട്. പിന്നെ മേക്ക് കുസ്റ്ററും താഴെ പറയും. ബിലോ നീസ് ബോയ്ഡ്, ഡിസ്റ്റൽ തൈസ് ഡോഡ്, ഹണ്ടർ ഈസ് ഹണ്ടറിൻ കനാൽ പ്രോക്സിമലത്തേക്ക്. അപ്പോൾ ഇതിൻ്റെ പേരുകൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഹണ്ടർ, ഡോഡ്, ബോയ്ഡ്, കോക്കറ്റ്, മേക്ക് കുസ്റ്റർ, ഇതാണ് പെർഫറേറ്റേഴ്സ്. ഷോർട്ട് സഫീനസ് വെയിൻ ഇൻകമ്പിറ്റൻസ് ഉണ്ടെന്ന് നോക്കണം. ഓക്കെ. സഫീന ബ്ലഡ് ജംഗ്ഷനകത്തോട്ട് ലീക്ക് ഉണ്ടായിരിക്കണം നോക്കാം. ഓക്കെ. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, കാരണം അതിനകത്ത് വേറെ പെർഫറേറ്റേഴ്സ് ഒന്നുമില്ല. അപ്പോൾ സഫീന ഫെമറൽ ജംഗ്ഷൻ തുടങ്ങി നമ്മൾ ഫെമറൽ പൊപ്ലീറ്റിൽ, സഫീന പൊപ്ലീറ്റ് ജംഗ്ഷൻ പൊപ്ലീറ്റിൽ ഫോർസൈഡ് അവിടെ നമ്മൾ ഞെക്കി പിടിക്കും ലാറ്റർ സർഫസിൽ. ഓക്കെ. അപ്പോഴത്തേക്ക് തം പ്രഷർ കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ ലാറ്ററിൽ ഡയലറ്റേഷൻ വരാം മെയിൻസിൻ്റെ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്താ, അങ്ങനെ ഞെക്കി പിടിച്ച് നമ്മൾ കൈ വിടുമ്പോഴത്തേക്ക് ഡയലറ്റേഷൻ വന്നതിനകത്തും സഫീന പൊപ്ലീറ്റ് ജംഗ്ഷൻ ഇൻകമ്പിറ്റൻ്റ് ആണെന്ന്. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം അങ്ങനെ കേസസ് വെക്കാറില്ല. എപ്പോഴും GSV കേസ് വരാറുള്ളൂ, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ചെയ്യാൻ. പിന്നെ അവിടെ പെർഫറേറ്റർ വെയിറ്റ്സ് ഒന്നുമില്ല. പർച്ചേസസ് DVTക്ക് വേണ്ടിയാണ്. അപ്പം ക്രാമ്പി പെയിനൊക്കെ ഉണ്ടെങ്കിൽ DVT ഉണ്ടെന്ന് പറയാം. മോഡിഫൈഡ് പെർച്ചൻ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ടോർണിക്ക് അപ്പുറത്തേക്ക് കെട്ടിയിട്ട് പേഷ്യൻ്റ് നടക്കാൻ പറയും. അപ്പോഴത്തേക്ക് വെരിക്കോസ് വെയിൻ സ്ട്രിങ് ഓർ കൊളാപ്സ് ആയിരിക്കും നോർമലി. ബ്ലോക്ക്ഡ് വെയിൻസ് ആണെങ്കിൽ വെരിക്കോസ് വെയിൻ കൂടുതൽ ഡിസ്റ്റൻഡ് ആവും. കാരണം DVT ഉള്ളതുകൊണ്ട് വെയിൻസിൽ ബ്ലഡ് പോകുന്നില്ലല്ലോ. ഷോർട്ട് സ്റ്റെപ്സിൽ നമ്മൾ പറഞ്ഞ ലോ സഫിനസ് ഫീലിംഗ് നമ്മൾ ടാപ്പ് ചെയ്യണം. ഇമ്പൾസ് കൊടുക്കുമ്പോൾ വാൽവൽ ഇൻകമ്പിറ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇമ്പൾസ്. പ്രാഡ്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകമ്പിറ്റൻ പെർഫറേറ്റേഴ്സ്. പണ്ടത്തെ ടെസ്റ്റ് എസ്മാർ ബാൻഡ് നമ്മൾ ടോന്നിട്ട് ഗ്രോയിൻ വരെ ഇങ്ങനെ ചെയ്യും, MD ചെയ്യും. ടോർണിക്ക് ഗ്രോയിനിൽ കെട്ടണം. നമ്മൾ ഇലാസ്റ്റിക് ബാൻഡ് നമ്മൾ റിമൂവ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇലാസ്റ്റിക് ബാൻഡേജ് എന്ത് ചെയ്യും, ഗ്രോയിന് താഴോട്ട് പുതിയൊരെണ്ണം കെട്ടും. അപ്പം ഈ ഇൻകമ്പിറ്റൻ പെർഫറേറ്റർ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ബ്ലോ ഔട്ട്സ് ഉണ്ടാവും. അതാണ് പ്രാഡ്സ് ടെസ്റ്റ്. നിങ്ങളുടെ തിയറി മാത്രം അറിഞ്ഞു വെച്ചാൽ അതും ചോദിക്കാറില്ല. മോർസി കംഫർബിൾസ് ചുമക്കാൻ പറയുമ്പോൾ SFTയിൽ കംഫർബിൾസ് വരാം. പെഗാൻസിസ് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അവിടെ നമുക്ക് ഗ്യാപ്പ് ഫീൽ ചെയ്യും, ഡീപ് ഫേഷ്യൽ. പിറ്റിംഗ് ഇടുമ്പോൾ തിക്കനിങ് റെഡ്നസ് കൊണ്ടുവന്ന് നോക്കണം. ലൈപ്പോഡെർമാറ്റോസ്ക്ലെറോസിസ് കൊണ്ടുവന്ന് റൂൾ ഔട്ട് ചെയ്യാം. പെർക്കഷനിൽ ഷോർട്ട്സ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തിട്ട് കിട്ടും, അത് കിട്ടും, പെർക്കഷൻ കിട്ടും. ഓസ്കുൾട്ടേഷനിൽ AV ഫിസിലുണ്ടെങ്കിൽ മർമർ ഇട്ട് കണ്ടിന്യൂസ് മെഷീനറി മർമർ. റീജിയണൽ ലിംഫ് നോട്ട്സ് ഒക്കെ റൂൾ ഔട്ട്. ഇൻഫെക്റ്റഡ് ആണെങ്കിൽ അൾസർ ലിംഫ് നോട്ട്സ് വരാം, മനസ്സിലാവും. പിന്നെ ഓപ്പോസിറ്റ് ലിംബ് നോക്കണം. അബ്ഡമൽ എക്സാമിനേഷൻ, പ്രഗ്നൻസി, ഫൈബ്രോയിഡ് ഓവറിയൻ സിസ്റ്റ് ഒക്കെ നോക്കണം. കോംപ്ലിക്കേഷൻ ഓഫ് വെരിക്കോസ് വെയിൻസ് നമ്മൾ പറഞ്ഞു, ഹെമറേജ്, ഫ്ലബൈറ്റിസ്, അൾസറേഷൻ, ഫിഗ്മെന്റേഷൻ, എക്സിമ, ലൈപ്പോഡെർമാറ്റോസ്ക്ലെറോസിസ്, കാൽസിഫിക്കേഷൻ, പെരിയോസ്റ്റൈറ്റിസ്, ഇക്വനസ്. ഇത് ജസ്റ്റ് അറിയാം. ഇക്വനസ് ഒക്കെ എന്തുകൊണ്ടാണ് വരുന്നത് പറഞ്ഞാൽ അക്ലിസ്റ്റിന്റെ കൺട്രാക്ഷൻ ലൈപ്പോഡെർമാറ്റോസ്ക്ലെറോസിസ്, അത് അറിഞ്ഞാൽ മതി. അപ്പോൾ അതിനെ കുറിച്ച് ഡെഫിനേഷൻ ആണ്. ഇതൊക്കെ ദാസിലുള്ളതാണ്. ഹെമറേജ്, ഫ്ലബൈറ്റിസ് എന്താണ്, വീനസ് അൾസറേഷൻ, അത് അൾസറേഷൻ എങ്ങനെ വരും, അതിനെ ഡിസ്ക്രൈബ് ചെയ്യണം. അൾസറിന്റെ സൈറ്റ് നമ്മൾ പറഞ്ഞു ഗേറ്റർ ഏരിയ. അൾസർ ഡിസ്ക്രൈബ് ചെയ്ത് ഷാലോ, ഫ്ലാറ്റ്, സ്ലോപ്പിംഗ് ആണ്. Edges are sloping, pale purple, blue edge color, pink granulation at the bay floor. Chronic ulcer will be more fibrous to zero pulling trace blood വരാം. ഡിസ്ചാർജ് ആയിട്ട് ഇൻട്രേഷൻ ടെൻഡനസ് കാണും. ഫെയിൻ്റെ ബ്ലൂ റിം ഓഫ് അഡ്വാൻസിങ് എപ്പിത്തീലിയം കാണാം, ഹീൽഡ് ആവുമല്ലേ. മാർജിനൽ അൾസർ വെരി ഇമ്പോർട്ടൻറ്റ്. അത് ലോങ് സ്റ്റാൻഡിങ് വീനസ് അൾസർ വരുന്ന സാധനമാണ്. എഡ്ജസ് ക്യാൻ ബി റൈസ്ഡ് ഓർ എവാർട്ടഡ്. കാരണം ഇവിടെ എഡ്ജസ് എന്താ, ഇറ്റ് ഈസ് കൺവേർട്ടിംഗ് ടു എ സ്ക്വമസ് സെൽ കാർസിനോം. അതുകൊണ്ട് മാർജിനൽ എഡ്ജസ് വിൽ ബി റൈസ്ഡ് ആൻഡ് എവാർട്ടഡ്. ഓക്കെ. പിഗ്മെന്റേഷൻ കാണാൻ ഇവർക്ക് ലൈപ്പോഡെർമാറ്റോസ്ക്ലെറോസിസ് ഉണ്ടെങ്കിൽ എഴുതണം. ഫൈബർ നക്കുലേഷൻ ഒക്കെ അവിടെ വരാം. അത് കാരണം ഫൈബ്രോസിസ്, അക്വിലിസ്റ്ററിന്റെ കൺട്രാക്ചർ വരെ. കാൽസിഫിക്കേഷൻ ഓഫ് വെയിൻസ് കാണാം. പെരിയോസ്റ്റൈറ്റിസ്, ലോങ് വെയിൻ സ്റ്റണിങ് അൾസർ TBയിൽ ബോണിനകത്ത് ഇൻവോൾവ്മെന്റ് വരാം. ഇക്വനസ് ഡിഫോമിറ്റി വരാം അക്വിലിസ്റ്ററിന്റെ ഇത് കാണുമ്പോൾ. വെരിക്കോസ് വെയിൻ്റെ കോഴ്സ് പ്രൈമറി നമ്മൾ കോഴ്സസ് ഒന്നുമില്ല, സെക്കൻഡറി നമ്മളെല്ലാം കുറേ കോഴ്സസ് പറഞ്ഞു, അതെല്ലാം ഓർത്ത് വെക്കണം. വീനസ് ത്രോംബോസിസിൽ ചെറിയ വീനസ് ത്രോംബോസിസ് DVT കുറിച്ചാണ്. DVT ഫിലിബോത്രോംബോസിസ് പോലെ ഓപ്പറേഷൻ കഴിയുമ്പോഴാണ് ചൈൽഡ് ബർത്ത് ഡിസീസിലൊക്കെ വരാം. കാഫ് മസിൻ ഐഡിയലായി കിടക്കുമ്പോൾ പമ്പിങ് ഉണ്ടാകത്തില്ല. നമ്മുടെ സോളീസ് ആണല്ലോ പെരിഫറൽ ഹാർട്ട് എന്ന് പറയുന്നത്, പമ്പ് ചെയ്യാതെ കിടക്കുമ്പോഴാണ് DVT ഉണ്ടാവുന്നത്. പെയിൻ, സ്വെല്ലിംഗ് ഓഫ് കാഫ്, സ്വെല്ലിംഗ് ഓഫ് വോളിലൊക്കെ വരാം. പൾമോണറി എംബോളിസം ഉണ്ടെങ്കിൽ പേഷ്യന്റ് ബ്രെത്ത്ലെസ്നെസ്, ഹീമോട്ടസിസ്, പ്ലൂറൈറ്റി. ഇപ്പോൾ DVT ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ ദർ ക്യാൻ ബി ജനറലൈസ്ഡ് സ്വെല്ലിംഗ് ഓഫ് ദ ലെഗ്. Phlegmasia alba dolens, leg can be white or leg can be very blue. That is phlegmasia ceruleus dolens. Pregnancy it can be white. Severe DVT ഉണ്ടെങ്കിൽ it can be blue. Okay, venous gangrene ഉണ്ടാവും. DVT palpate ചെയ്യുമ്പോൾ കാഫ് ടെൻഡനസ് വരാം, venous ടെൻഡനസ് വരാം. മെഷർ ചെയ്യണം കാഫ് സർക്കംഫറൻസ്, അത് വിൽ ബി എൻലാർജ്ഡ്. ഇനി രണ്ട് സൈൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വൺ ഇസ് ഹ്യൂമൻ സൈൻ. ഹ്യൂമൻ സൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാല് പിടിച്ച് ഫോഴ്സ്ഫുൾ ആയിട്ട് ഡോർസി ഫ്ലെക്സ് ചെയ്യുമ്പോഴത്തേക്ക്, ഡോർസി മുകളിലോട്ട് ഫ്ലെക്സ് ചെയ്യുമ്പോഴത്തേക്ക് സിവിയർ പെയിൻ ഇൻ ദ കാഫ്, ദാറ്റ് ഇസ് ഹ്യൂമൻ സൈൻ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ DVT പോയി ഞെക്കണം, ദാറ്റ് ഈസ് കംപ്രഷൻ ഓഫ് ദ കാഫ് മസിൽസ്, ദാറ്റ് ഇസ് മോസസ് സൈൻ. നമ്മൾ മോസസ് എന്ന് പറഞ്ഞാൽ ചെടിയല്ല, ചെടി പിടിച്ച് പിഴിയുന്നതുകൊണ്ട് കാഫ് പിടിച്ച് ഞെക്കണം, അപ്പം ഭയങ്കര പെയിൻ വരും, ദാറ്റ് ഇസ് മോസസ് സൈൻ. പക്ഷേ ഹ്യൂമൻ സൈൻ എന്ന് പറഞ്ഞാൽ കാല് പിടിച്ച് ഇങ്ങനെ പൊക്കണം, അപ്പോഴത്തേക്ക് പെയിൻ വരും. ഇത് രണ്ട് നമ്മൾ ചെയ്യരുത്, ജസ്റ്റ് തിയററ്റിക്കൽ ടെസ്റ്റുകളാണ്. ഓക്കെ. സൂപ്പർഫിഷ്യൽ വെയിൻ ത്രോംബോസിസ്, ത്രോംബോഫ്ലെബൈറ്റിസ് കൂടെ ഉണ്ടോ നോക്കണം.
ഐ വി ഇൻഫെക്ഷൻ, ഇൻഫ്യൂഷൻ, വെരിക്കോസ് വെയിലൊക്കെ വരാം. പിന്നെ ഐ വി ഇഞ്ചക്ഷൻ, ഇഞ്ചുറി ഒക്കെ കാരണമൊക്കെ വരാം. ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ പെയിൻ, ഹാർട്ട് അണ്ടർ വെയിൻസ് ആയിരിക്കും. പിന്നെ ത്രോംബോഫ്ലബൈറ്റിസ് മൈഗ്രൻസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇറ്റ് ഈസ് എ ഫീച്ചർ ഓഫ് മലിഗ്നൻസി, അല്ലെ ട്രോയിഷ്യസ് എന്നൊക്കെ പറയാം. ബ്യൂഗർ ഡിസീസ് വരാം, പോളിസിറ്റീമിയ, പോളിഅട്രൈറ്റിസിൽ വരാം, കാർസിനോമ, ബ്രോങ്കോസ്, പാങ്ക്രിയാസ്, സ്tomach ലിംഫോമയിലൊക്കെ വരാം. അത് റൂൾ ഔട്ട് ചെയ്യണം. ഒരു ഡി ഡി ആയിട്ട് മനസ്സ് വെച്ചേക്കണം മലിഗ്നൻസീസ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ റിലയൻസ് ഓൺലി ഓൺ ഡി വി ടി. അപ്പോൾ നമ്മൾ ഡോപ്ലറാണ് ഇമ്പോർട്ടൻറ്റ്. പൾമണറി എംബോൾസ് ഷുഡ് ഓൾവേസ് ബി റൂൾഡ് ഔട്ട്. ഓക്കെ, ബെത്തൽസസ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് ഡി ഡൈമർ ആൻഡ് എ സി ടി പൾമണറി ആൻജിയോഗ്രഫി. കൺസിക്വൻസ് ഓഫ് വീനസ് വാല ഡിസ്ട്രക്ഷൻ എന്തായിരിക്കും? വെരിക്കോസ് എക്സിമ അൾസറേഷൻ ഒക്കെ ഉണ്ട്. പിന്നെ 2 ടെസ്റ്റ് ദാസ് പറഞ്ഞ റേഡിയോ ആക്റ്റീവ് ഫൈബ്രിനോജൻ ടെസ്റ്റ് ഉണ്ട്. ഇറ്റ് ഇസ് ഐസോട്ടോപ്പ്. ഐഡിൻ 131 ലേബിൾഡ് ഫൈബ്രിനോജൻ നമുക്ക് കൊടുക്കാം, ഫോളോഡ് ബൈ ഐഡിൻ 125 ലേബിൾഡ് ഫൈബ്രിനോജൻ. അപ്പോൾ ഇത് രണ്ടും വെച്ച് ചെയ്യുന്ന പണ്ടത്തെ ടെസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യാറില്ല. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ കൊടുത്തിട്ടുണ്ട്, വായിച്ച് നോക്കിയാൽ മതി. ആ ജസ്റ്റ് പേര് അറിയാം, വിച്ച് ഐസോട്ടോപ്പ് ഈസ് യൂസ്ഡ് ഫോർ ഡി വി ടെസ്റ്റിംഗ് റേഡിയോ ഐഡിൻ 131 ആൻഡ് 125. ഫിലിപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ വെയിൻ കാണാൻ വേണ്ടി നമ്മൾ സോഡിയം ഡയട്രൈസേറ്റ് ഇഞ്ചെക്ട് ചെയ്യും. ഓക്കെ, എന്നാൽ നമ്മൾ കോൺട്രാസ്റ്റ് വാഷ് ഔട്ട് 100 ml സലൈൻ വെച്ചിട്ട്, അപ്പം ഇന്ന് നമുക്ക് വെയിൻ കാണാം. അതാണ് ഫിലിപ്പോഗ്രഫി. ഇത് ഇൻവേസീവ് ആണ്, നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. അസെൻഡിങ് ഫംഗ്ഷണൽ സൈൻ ഫിലിപ്പോഗ്രഫിയിൽ നമ്മൾ ടിബിയൽ വെയിനും വരും, ഫെമർ വെയിനും ചേരും. അതായത് നമ്മളിങ്ങനെ കോൺട്രാസ്റ്റ് കൂടെ നോക്കും. വാൽസാൽവ ചെയ്യുമ്പോഴത്തേക്ക് റിട്രോഗ്രേഡ് ഫോട്ടോ എന്നൊക്കെ നോക്കുന്ന ടെസ്റ്റാണ് അസെൻഡിങ് ഫംഗ്ഷണൽ സൈൻ ഫിലിപ്പോഗ്രഫി. ഇത് നമുക്ക് ചെയ്യാനുള്ള പണ്ടത്തെ ടെസ്റ്റുകളൊക്കെ. നമുക്ക് ഏറ്റവും കൂടുതൽ ഡോപ്ലർ അൾട്രാസോണോഗ്രാം. ഇറ്റ് ഹസ് റീപ്ലേസ് ഓൾ ദീസ് ടെസ്റ്റ്. ഫെമറൽ വെയിനകത്ത് നമ്മൾ നോക്കണം, ഒരു പ്രോബോടെ വെച്ചിട്ട് നമ്മൾ കാഫ് സ്കീസ് ചെയ്യും. ഇപ്പോൾ നോർമൽ ഫൈൻഡിങ് ആണെങ്കിൽ ഇൻക്രീസ്ഡ് വീനസ് ബ്ലഡ് ഫ്ലോ പ്രൊഡ്യൂസസ് എ കാലസ്റ്റിക് റോർ. ഡി വി ടി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നോർമലി ഉള്ള റോർ ഉണ്ട്, അതിലാണ് കാഫ് നമ്മൾ കംപ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ബ്ലഡ് മുകളിലോട്ട് പോകത്തില്ല, അപ്പം നമുക്ക് ആ സൗണ്ട് കിട്ടത്തില്ല. അതാണ് ഡി വി ടി സൈൻ. ഇപ്പോൾ നോർമൽ റോർ ഇൻ കംപ്രസ് ഇൻ ദ കാഫ് സ്കീസിങ് ഈസ് ആബ്സെന്റ് ഇൻ എ ഡി വി ടി. ഓക്കെ, ഡ്യൂപ്ലക്സ് ഇമേജ് ബീമോൾ അൾട്രാസൗണ്ട് പ്ലസ് ഡോപ്ലർ ആണ്. അപ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇപ്പം മെയിനായിട്ട് പറയേണ്ടത്. അൾട്രാസൗണ്ട് ആൻഡ് സി ടി സ്കാൻ നോക്കുക, അബ്ഡോമിനൽ കോസസ് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, കംപ്ലീറ്റ് എക്സാമിനേഷൻ നമ്മൾ പറഞ്ഞു. ഏജ്, സെക്സ്, ഒക്കുപേഷൻ, സിംറ്റംസ് ഒക്കെ എടുത്ത് നോക്കി എക്സാമിൻ ചെയ്യണം. ക്ലിനിക്കൽ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, ടോണിക് ടെസ്റ്റ് പട്ടിങ് ചെയ്യണം. സോഴ്സ് ഓഫ് ഫിനസ്, വെയിൻ അത് നോക്കണം. പ്രത്യേകിച്ച് ടെസ്റ്റ്, മോഡിഫൈഡ് പ്രതി, മോർസി, ഇതൊക്കെ നമ്മൾ പറയേണ്ടത്, ഒന്നും ചെയ്യാറില്ല. പെർക്കഷൻ, ഹോസ്പിറ്റേഷൻ, ലിംഫ് നോട്ട്സ് നോക്കണം. കോംപ്ലിക്കേഷൻസ് പറയണം, ഇൻവെസ്റ്റിഗേഷൻ. അത്രേ ഉള്ളൂ. കുറച്ച് വൈവ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കാം. എന്താ ഇത്? ഡെഫിനിഷൻ ഓഫ് വെരിക്കോസ് വെയിൻ, ഡയലൈറ്റഡ് ടോർച്ചസ് വെയിൻ മാത്രം 3 mm. കോമൺ സിംറ്റം ഈസ് പെയിൻ ഓർ ഏക്കിംഗ്. ക്ലിനിക്കൽ കോഴ്സ് മിഡിൽ മെലോളസ്, മിഡിലേക്ക് മിഡിലിനി. എസ് എസ് വിയുടെ കോഴ്സ് ലാറ്ററൽ മെലോളസ്, പോസ്റ്റീരിയർ കഫ്, പൊപ്ലിറ്റിയൽ ഫോസിലോട്ട് പോയി പൊളിറ്റിമിനോട്ട് ട്രെയിൻ ചെയ്യും. മോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എസ് എഫ് ജി ആണ്. എസ് എഫ് ജി ഇൻകമൻസ് ബ്രോഡി ഡെവലപ്മെന്റ് ടെസ്റ്റ് ആണ്. കഫ് ഇമ്പൾസ് ടെസ്റ്റ്, എസ് എഫ് ജി ഇൻകമൻസ് ബ്രോഡി ഡെവലപ്മെന്റ് ടെസ്റ്റ് 1 ആണ്. കഫ് ഇമ്പൾസിന്റെ മോർസി, ഡി വെയിനെ പെർത്തിസോ മോഡിഫൈഡ് പെർത്തി, പെർഫറ ടെസ്റ്റിന് ഫെഗാൻ ടെസ്റ്റ്, അവിടെ തൊട്ട് നോക്കുമ്പോൾ ഗ്യാപ്പ് കാണും. ഷോർട്ട്സിൽ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ പെർക്കഷൻ കിട്ടും. വീനസ് അൾസർ ഷാലോ ഫ്ലാറ്റ് സ്ലോപ്പിംഗ് വിത്ത് റെഡിഷ് ഗ്രാനുലേഷൻ വിത്ത് സറൗണ്ടിങ് ഹൈപ്പർ പിഗ്മെന്റേഷൻ, സൈറ്റ് ഗേറ്റർ ഏരിയ മിഡിൽ ഓർ തേർഡ്, മലിനിൻജിസ്, കോമസൽ കാർസിനോമ മർജോളി, വൈറ്റ് ലെഗിൻ പ്രഗ്നൻസീസ് ഫ്ലഗ്മേസിയ ആർബ ഡോളൻസ് ആൻഡ് ബ്ലൂ ലെഗിൻ ക്രോണിക് ഡിവൈഡീസ് ഫ്ലഗ്മേസിയ സെറുല ഡോളൻസ്, ഡോർസിഫ്ലക്ഷൻ ഹ്യൂമൻ സൈൻ, കാൽ കംപ്രഷൻ ചെയ്യുമ്പോൾ പെയിനെങ്കിൽ മോസസ് സൈൻ, കംപ്രഷൻ മൈഗ്രേറ്റർ ത്രോംബോഫ്ലെബിറ്റിസ് മൈഗ്രേറ്റ്സ് വരാം, മലിൻസിൽ വരാം, ഓവറിൻ ബ്യൂഗോസ് ഡിസീസ് വരാം, പോസിറ്റീവ് റേഡിയേറ്റീവ് മോർ 10% ഇൻക്രീസ് വരും. ഐഡിൻ 131, ഐഡിൻ 125. ലിബോഗ്രഫിയിൽ 45 സോഡിയം ഡൈട്രൈസേറ്റ് യൂസ് ചെയ്യുന്നത്. ഡോപ്ലസ് ബീമോഡ് അൾട്രാസൗണ്ട്, പൾസ് ഡോപ്ലർ. സെക്കൻഡറി നമ്മൾ കോഴ്സ് USG പ്ലസ് CT. ഇത്രയാണ് നമ്മുടെ ഇത്. ഓക്കെ, ഈ 5 പോയിന്റ്സ് മാർക്ക് ചെയ്ത് വെരിക്കോസ് വെയിൻസ്, ഡൈലൈറ്റഡ് ടോർച്ചസ് വെയിൻസ് ആണ്. സ്റ്റാൻഡ് ചെയ്യണം, മാപ്പ് ചെയ്യണം, ഒരു മാർക്ക് കൊണ്ട് മാർക്ക് ചെയ്യണം. എഡിമസ് ടെൻഡൻസി നോക്കണം. ഡെവലപ്മെന്റ് ടെസ്റ്റ് 1 and 2 ചെയ്യണം. സെക്കൻഡ് ടെസ്റ്റ് തൊട്ട് നോക്കണം, പെർഫെക്റ്റ് ടെസ്റ്റ് ഉണ്ടോ, ഷോർട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇമ്പൾസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഇൻസൾസ് ഡിസ്ക്രൈബ് ചെയ്യണം, DVT ഉണ്ടോ നോട്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? എല്ലാവരും